നമസ്കാരം. മലയുടെ മുകളിൽ ലീ യുവാൻവുവും ബെയ്ലിയും തമ്മിലുള്ള അതിശക്തമായ സംഘടനമാണ് നടക്കുന്നത്. ശരിക്കും ആ സംഘടന സോഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പീർ ഉപയോഗിച്ചോ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാൾക്കും കണ്ടുപിടിക്കാൻ ഒരുപാട് വകുപ്പുകൾ ഉള്ളതാണ്. ലീ യുവാൻവു അയാളുടെ സർവ്വശക്തിയും എടുത്ത് ബെയ്ലിക്കെതിരെ പോരാടുമ്പോൾ ആദ്യമൊക്കെ ബെയ്ലി ലീ യുവാൻവുക്ക് ഒപ്പം പിടിച്ചു നിന്നെങ്കിലും ക്രമേണ ലീ യുവാൻവുവിന് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുകയാണ്. അയാളുടെ കയ്യിലുള്ള ആ സ്പീറിൽ നിന്ന് ചുവപ്പ് നിറത്തിലുള്ള ഒരു പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. ആ ചുവന്ന പ്രകാശം ബെയ്ലിയുടെ ഡ്രാഗൺ ബേർഡിന്റെ സുവർണ പ്രകാശവുമായി ഒന്ന് ഉരസി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഫലമായിട്ട് അവിടെ വേവ്സ് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഒരു എനർജി ഫ്ലക്ച്വേഷൻ ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് ആ ഭാഗത്ത് കാണാം. അതിശക്തമായ തിരകൾ കൂട്ടിയിടിക്കും പോലെ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നല്ലാതെ വ്യക്തമായിട്ടും ആ കാഴ്ച മനസ്സിലാക്കി എടുക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. പ്രകാശം കൂട്ടിമുട്ടുമ്പോൾ വേവ്സ് ഉണ്ടാകുന്നു എന്ന് അവരുടെ ഭാഗത്തേക്കുള്ള പ്രഷർ കൊണ്ട് അവർക്ക് തോന്നുന്നതാണ്. അങ്ങനെ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ലീ യുവാൻവു ബെയ്ലിയെ പതുക്കെ പതുക്കെ പുറകോട്ട് നിൽക്കുകയാണ്. ബെയ്ലിയോടായി ലീ യുവാൻവു പറഞ്ഞു, ഏയ് സോഡ് മാസ്റ്റർ ബെയ്ലി, ഞാൻ വിചാരിച്ചതിനേക്കാൾ നീ ശക്തനാണ്. ഞാൻ കരുതിയില്ല നീ ഇത്രയും ശക്തിയോടെ ഇപ്പോഴും ഉണ്ടാകുമെന്ന്. പക്ഷേ എനിക്ക് ഡ്രാഗൺ വെയിനിന്റെ സഹായമുണ്ട്. അതിൽ നിന്നുള്ള സ്പിരിച്വൽ എനർജി എനിക്ക് എൻ്റെ കൾട്ടിവേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും നിന്നേക്കാൾ ഒരുപടി മുകളിലാണ്. ലോങ് മൗണ്ടനിലെ ഡ്രാഗൺ പവലിയൻ സ്ഥിതി ചെയ്യുന്ന ആ മേഖലയിൽ ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട്. ആ സ്പിരിച്വൽ എനർജി സംരക്ഷിക്കാനായി രൂപീകരിച്ച സംഘടനയാണ് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ പവലിയൻ. അവരുടെ ആ ആസ്ഥാനത്ത് ആ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാനുള്ള അവസരം സ്വാഭാവികമായിട്ടും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലെ ആളുകൾക്ക് മാത്രമാണ്. ആ എനർജി തൻ്റെ മാർഷൽ ആർട്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ലീ യുവാൻവു അതുകൊണ്ട് തന്നെ ഒരു അപ്പർ ഹാൻഡ് ഈ ഫൈറ്റിൽ നേടിയിരിക്കുകയാണ്. അയാൾ ബെയ്ലിയോട് പറഞ്ഞു, ബെയ്ലി, ഈ പ്രപഞ്ചം എന്നെ ആ ഡ്രാഗൺ വെയിൻ ഉപയോഗിക്കാനായി തിരഞ്ഞെടുത്തതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ബെയ്ലിക്ക് അറിയാമോ? ഞാനാണ് ലോകത്തിലെ ഏറ്റവും ശക്തൻ. ഈ ഭൂമിയിൽ ഒരാൾക്കും എന്നോട് കിടപിടിക്കാനാവില്ല. ഓഹോ, അങ്ങനെയാണോ? ലീ യുവാൻവിന്റെ ആ ചോദ്യം കേട്ടപ്പോ ബെയ്ലിക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനാണ് തോന്നിയത്. ബെയ്ലി ലീ യുവാൻവിനോട് പറഞ്ഞു, ഹേ ലീ, ഡ്രാഗൺ വെയിനിലെ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ മെച്ചപ്പെട്ടവനായി കരുതരുത്. അതൊരു അവസരമാണ്. ആ അവസരത്തെ നീ ഉപയോഗിച്ചവനാണ്. നീ വെറും ഒരു അവസരവാദിയാണ്. സത്യത്തിൽ നീ അത്ര ശക്തനൊന്നുമല്ല. ബെയ്ലി, നീ എന്താ പറഞ്ഞേ? ഞാൻ ശക്തനാണെന്നോ? ഞാൻ യഥാർത്ഥത്തിൽ വേൾഡ് നമ്പർ 1 കോൺലിയസ് ഷുവാൻജി വരെ വെല്ലുവിളിക്കാൻ ശക്തനാണ്. അയാൾ അത് പറഞ്ഞതും ബെയ്ലി ലീ യുവാൻവിയോട് പറഞ്ഞു, ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ബെയ്ലി കണ്ണൊന്നടച്ചു. ബെയ്ലിയുടെ കയ്യിലെ ആ ഡ്രാഗൺ ബേർഡ് വാള് ലീ യുവാൻവിയുടെ കയ്യിലെ ആ ചുവന്ന പ്രകാശം പുറപ്പെടുവിക്കുന്ന ആ കുന്തത്തിനെ ഡിഫൻഡ് ചെയ്യുന്ന അതേ സമയത്താണ് ബെയ്ലി കണ്ണൊന്നടച്ചത്. ബെയ്ലി പെട്ടെന്ന് കണ്ണടച്ചപ്പോൾ ബെയ്ലിയെ എതിർത്തുകൊണ്ടിരുന്ന, ബെയ്ലിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ലീ യുവാൻവു പെട്ടെന്ന് അങ്ങ് നിന്നു. ശരിക്കും അയാൾ അറ്റാക്ക് ചെയ്യാൻ മറന്നങ്ങ് നിന്നു പോവുകയാണ്. അയാളുടെ തൊട്ടു മുമ്പിൽ ബെയ്ലി കണ്ണടച്ചത് അയാൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കി എന്നത് വ്യക്തമാണ്. ആ അസ്വസ്ഥതയോടെ ലീ യുവാൻവു ബെയ്ലിയെ നോക്കുന്ന ആ നിമിഷത്തിൽ അയാൾക്ക് അയാളുടെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച അയാൾ കാണുകയാണ്. അയാളുടെ മുന്നിൽ കണ്ണടച്ച് നിൽക്കുന്ന ബെയ്ലിയുടെ പുറത്ത് ഒരു പ്രകാശം, പർപ്പിൾ കളറിലെ ഒരു പ്രകാശമാണ് ബെയ്ലിയുടെ ശരീരത്തിന് പുറത്തേക്ക് വന്നത്. ബെയ്ലിയുടെ ശരീരത്തിന് പുറത്തേക്ക് വന്ന ആ പർപ്പിൾ കളർ പ്രകാശം പെട്ടെന്ന് ഒരു രൂപമായി മാറി. ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ആ സംഭവം. ബെയ്ലിയെ പോലുള്ള ഒരു രൂപം അത് ബെയ്ലിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ രൂപം ഒരു പ്രകാശം പോലെയാണ് കാണപ്പെടുന്നത്. പക്ഷെ കണ്ടാൽ ബെയ്ലി തന്നെയാണ്. ആ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള, ആ സുതാര്യമായിട്ടുള്ള ബെയ്ലിയുടെ രൂപം പുറത്തേക്ക് വന്ന ആ നിമിഷത്തിൽ ലീ യുവാൻവുവിന് എന്തോ സംഭവിച്ചു പോലെ തോന്നി. അയാൾക്ക് അയാളുടെ കയ്യിലിരിക്കുന്ന ആ സ്പിയർ അനക്കാൻ പറ്റുന്നില്ല. അയാളുടെ വലത് കൈയിലാണ് ആ സ്പിയർ. അയാളുടെ ഇടത് കൈ താന്ന് നിൽക്കുകയാണ്. ഇടത് കൈയും അനങ്ങുന്നില്ല. അയാൾ എന്തോ പറയാൻ ശ്രമിച്ചപ്പോൾ വാക്കുകളും പുറത്തേക്ക് വരുന്നില്ല. ശരിക്കും ലീ യുവാൻവുവിന്റെ ഉള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അയാൾക്ക് അയാളുടെ ബോഡി ചലിപ്പിക്കാൻ പറ്റുന്നില്ല. കണ്ണുപോലും ചലിപ്പിക്കാൻ പറ്റുന്നില്ല.
ശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. പക്ഷെ അയാൾക്കൊരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. അയാളുടെ അടുത്തേക്ക് ബെയ്ലിയുടെ പുറത്തേക്ക് ഇറങ്ങിയ ആ രൂപം പതുക്കെ പതുക്കെ വരികയാണ്. ശരിക്കും സാവധാനമാണ് ആ രൂപം വരുന്നത്. ആ രൂപം ബെയ്ലിയുടെ അതേ വലിപ്പത്തിലും ബെയ്ലിയുടെ അതേ മുഖഭാവത്തിലും ബെയ്ലി തന്നെയായിട്ടാണ് വരുന്നത്. ആ കാഴ്ച ലീ യുവാൻവുവിന് ശരിക്കൊരു ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഞെട്ടൽ ലീ യുവാൻവുവിന് ഉണ്ടാകുന്ന അതേ നിമിഷത്തിൽ ലീ യുവാൻവുവിന്റെ ചുറ്റുമുള്ള സകല സംഭവങ്ങളും ഏതാണ്ട് നിശ്ചലമായി. അവിടെ ആ പ്രകാശങ്ങൾ കൂട്ടിമുട്ടുന്നത് പൂർണ്ണമായും നിന്നിരിക്കുകയാണ്. ചുവപ്പ് നിറത്തിലും സ്വർണ്ണ നിറത്തിലുള്ള ആ പ്രകാശം ആ അന്തരീക്ഷത്തിൽ അങ്ങനെ സ്ട്രക്കായി നിൽക്കുകയാണ്. വായു ചലിക്കുന്നില്ല. വായു എന്നല്ല, ഒന്നും ചലിക്കുന്നില്ല. പ്രകാശം പോലും ചലിക്കുന്നില്ല. ആകെ ചലിക്കുന്നത് ബെയ്ലിയുടെ പുറത്തുനിന്നിറങ്ങിയ ആ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള രൂപം മാത്രമാണ്. ആ കാഴ്ച ലീ യുവാൻവുവിൽ ഉണ്ടാക്കുന്ന ഞെട്ടൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. ലീ യുവാൻവു ഈ കാഴ്ച ഇതിനു ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ലോങ് മൗണ്ടിൽ വെച്ച് സാക്ഷാൽ കോർണിലിയസ് ഷുവാൻജി അത് അവതരിപ്പിച്ചപ്പോഴാണ്. കോർണിലിയസ് ഷുവാൻജിയുടെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ടെക്നിക്. ബോഡി നിശ്ചലമാക്കിക്കൊണ്ട് ആത്മാവിനെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന ആ ടെക്നിക് ഭൂമിയിൽ ഒരേ ഒരാൾ മാത്രമാണ് അതിനു മുമ്പ് കാണിച്ചിട്ടുള്ളത്. അത് സാക്ഷാൽ കോർണിലിയസ് ഷുവാൻജിയാണ്. ആ ആക്ടിവിറ്റിയാണ് ഇത് സോൾ മാസ്റ്റർ ബൈ ലീക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ലീ യുവാൻവുവിന് ആ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അയാൾക്ക് ചലിക്കാൻ പറ്റുന്നില്ല. അയാൾ അമ്പരപ്പോടെ കണ്ണു പിടിച്ച് തന്നെ സമീപിക്കുന്ന ബെയ്ലിയുടെ ആ പ്രതിരൂപത്തിലേക്ക് നോക്കുമ്പോൾ ആ പ്രതിരൂപം ലീ യുവാൻവുവിന്റെ തൊട്ടു മുന്നിലെത്തി. ലീ യുവാൻവുയുടെ മുന്നിലെത്തിയ ആ രൂപം ലീ യുവാൻവുയുടെ പുരികത്തിന്റെ ഇടയിൽ ഒന്ന് സ്പർശിച്ചു. ചൂണ്ടുവിരല് കൊണ്ട് ആ പ്രതിരൂപം ലീ യുവാൻവുയുടെ നെറ്റിയിൽ അങ്ങനെ സ്പർശിച്ച ആ നിമിഷത്തിൽ ലീയുടെ ശരീരത്തിലൂടെ ഒരു വിറയലങ്ങ് കടന്നു പോവുകയാണ്. ശരിക്കും അയാളുടെ ഉള്ളിലുള്ള സകല അവയവങ്ങളും ഒന്ന് കിടുങ്ങിയെന്ന് പറയാം. ആയിരക്കണക്കിന് വോൾട്ട് കറണ്ട് അയാളുടെ ശരീരത്തിലൂടെ ഒന്ന് പാസ് ചെയ്ത ഫീല് ലീക്കുണ്ടായി. ലീയുടെ ശരീരം വിറച്ച ആ നിമിഷത്തിൽ ശരിക്കും അപ്രതീക്ഷിതമായി മറ്റൊരു സംഭവം ഉണ്ടായി. ലീ യുവാൻവുവും സോൾ മാസ്റ്റർ ബെയ്ലിയും തമ്മിലുള്ള ഫൈറ്റ് പെട്ടെന്ന് നിശ്ചലമായപ്പോൾ ഈ കാഴ്ച പതുങ്ങിയിരുന്ന് വീക്ഷിക്കുന്ന സ്റ്റെർലിംഗ് റൈഷു പെട്ടെന്ന് അയാളുടെ വീണ്ടും അമ്പ് സംഘടിപ്പിച്ച് അതിവേഗം ഒരു അമ്പ് ബെയ്ലിയുടെ നെഞ്ച് ലക്ഷ്യമാക്കി അയച്ചു. അയാൾക്ക് യഥാർത്ഥത്തിൽ ബെയ്ലിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിയ രൂപത്തെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിശ്ചലനായി കണ്ണടച്ചിരിക്കുന്ന ബെയ്ലി മാത്രമാണ് അയാൾ കാണുന്നത്. കണ്ണടച്ചിരിക്കുന്ന ബെയ്ലി തന്നെ കാണില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാളുടെ ആ അമ്പ് ബെയ്ലിക്ക് നേരെ അയച്ചത്. സ്റ്റെർലിംഗ് റൈഷുവിന്റെ ആ അമ്പ് അതിശക്തമായി ബെയ്ലിയുടെ നെഞ്ചിലോട്ട് ഇടിച്ചു കയറിയതും ലീ യുവാൻവുവിന്റെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന ആ രൂപം ലൈറ്റ്നിങ് വേഗതയിൽ തിരിച്ച് ബെയ്ലിയുടെ ശരീരത്തിലേക്ക് കയറി. ശരിക്കും അത് ഭയന്ന് ഓടിപ്പോയതുപോലെയാണ്. ആ രൂപം ബെയ്ലിയുടെ ശരീരത്തിലേക്ക് കയറി ആ നിമിഷത്തിൽ തന്നെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന ലീ യുവാൻവു ഞെട്ടി ഉണരുകയാണ്. കാലം തിരികെ മടങ്ങിയെത്തിയ ഒരു പ്രതീതി. ലീ യുവാൻവു ശരിക്കും നിന്ന് വിറയ്ക്കുന്നുണ്ട്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മരിച്ചു എന്ന് അയാൾ പൂർണ്ണമായും വിശ്വസിച്ച നിമിഷത്തിൽ നിന്ന് ഇതാ അയാൾ തിരിച്ചു വന്നിരിക്കുന്നു. അയാളുടെ പെരുവിരൽ മുതൽ തല വരെ വിറയ്ക്കുകയാണ്. അയാളുടെ ഓരോ രോമവും വിറയ്ക്കുന്നുണ്ടെന്ന് പറയാം. ഭയം അതിന്റെ പരമോന്നതയിൽ വേൾഡ് നമ്പർ 2 ലീ യുവാൻവുവിന്റെ ശരീരത്തിലൂടെ അങ്ങനെ കടന്നു വരികയാണ്. ഭയന്നുപോയ വിറച്ചുപോയ ലീ യുവാൻവു പെട്ടെന്ന് ആ ശബ്ദം കേട്ടു. അയാൾ അടുത്തേക്ക് ഓടി വന്ന സ്റ്റെർലിംഗ് റൈഷു ലീ യുവാൻവുവിനോട് ചോദിച്ചു, പൗലിയൻ മാസ്റ്റർ എന്ത് സംഭവിച്ചു? എന്ത് പറ്റി? പൗലിയൻ മാസ്റ്റർ എന്നുള്ള റൈഷുവിന്റെ ആ വിളി അങ്ങ് ഏതോ ലോകത്തിൽ നിന്ന് ലീ യുവാൻവുവിനെ തിരിച്ച് ആ സ്പോട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ശരിക്കും മരിച്ചു എന്ന് പൂർണ്ണമായും വിശ്വസിച്ച ലീ യുവാൻവു അമ്പരപ്പോടെ തന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന പൗലിയൻ മാസ്റ്റർ തന്നെ വിളിച്ച റൈഷുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആദ്യം ഒരു മങ്ങലാണ് റൈഷുവിനെ നോക്കിയപ്പോൾ ലീക്ക് ഉണ്ടായതെങ്കിലും പെട്ടെന്ന് ലീ സ്വബോധം വീണ്ടെടുക്കുകയാണ്. ഹേയ് റൈഷു, താങ്ക് യു. പൗലിയൻ മാസ്റ്റർക്ക് എന്തോ സംഭവിച്ചു തോന്നിയതുകൊണ്ടാണ് ഞാൻ ബെയ്ലി ആക്രമിച്ചത്. അതെന്തായാലും നന്നായി. ഏയ് റൈഷു, ഈ നിമിഷം മുതൽ നീ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ പൗലിയനിലെ 1ാം മെമ്പറാണ്. നീ ആയിരിക്കും പ്രൊട്ടക്ഷൻ പൗലിയനിലെ നമ്പർ 1 പേഴ്സൺ. ശരിക്കും എല്ലാവരും കൊതിച്ചു പോകുന്ന, ആഗ്രഹിച്ചു പോകുന്ന ഒരു അംഗീകാരമാണ്, ഒരു സെലക്ഷനാണ് സ്റ്റെർലിംഗ് റൈഷുവിന് ഇപ്പൊ ഇതാ കിട്ടിയിരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ ചക്രവർത്തി വരെ നിയന്ത്രിക്കുന്ന ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് ഇതാ സ്റ്റെർലിംഗ് റേഷ്യൂ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സന്തോഷം അതിലെ എല്ലാ അർത്ഥത്തിലും റേഷ്യൂവിന്റെ മുഖത്തേക്ക് ഇരച്ചു കയറുമ്പോൾ റേഷ്യൂ ലിയോട് പറഞ്ഞു, താങ്ക് യു പൗലിൻ മാസ്റ്റർ, താങ്ക് യു, ഞാൻ എന്റെ ജീവൻ സമർപ്പിച്ചും അങ്ങേക്കൊപ്പം നിൽക്കും. അങ്ങനെ പൗലിൻ മാസ്റ്ററോട് റേഷ്യൂ പറഞ്ഞിട്ട് റേഷ്യൂ ബെയ്ലിയെ നോക്കി. ഹേ ബെയ്ലി, നീ ശക്തനാണെന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു, പക്ഷേ നിനക്ക് ഇനി അധിക സമയമില്ല. അങ്ങനെ റേഷ്യൂ ബെയ്ലിയോട് പറയുമ്പോൾ ബെയ്ലി ഏതാണ്ട് ലേശം കുനിഞ്ഞു നിൽക്കുകയാണ്. ബെയ്ലിയുടെ നെഞ്ചിലേക്ക് റേഷ്യൂവിന്റെ ആ അമ്പ് തുളച്ചു കയറിയിരിക്കുകയാണ്. ശരിക്കും പ്രൊട്ടക്ഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ബെയ്ലിയുടെ നെഞ്ചിലേക്ക് ആ അമ്പ് തുളച്ചു കയറിയത്. ബെയ്ലിയുടെ ആ അവസ്ഥ കണ്ട പൗലിൻ മാസ്റ്റർ ലീ ഇവാൻവു ബെയ്ലിയോട് പറഞ്ഞു, ബെയ്ലി, നീ ശരിക്കും ശക്തൻ തന്നെയാണ്, പക്ഷേ നീ എത്ര ശക്തനാണെങ്കിലും അവസാനം നീ എനിക്ക് മുന്നിൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? എന്നെ ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. ലീ ഇവാൻവു പറഞ്ഞ വാചകം കേട്ടതും ബെയ്ലി ഒന്ന് ചിരിച്ചു. കൊള്ളാം, നിന്നെ ദൈവം തിരഞ്ഞെടുത്തുന്നു. ദൈവം നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ നിന്നെ ഞാൻ ദൈവത്തിനടുത്തേക്ക് തന്നെ എത്തിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ബെയ്ലി ശരീരം ഒന്ന് കുടഞ്ഞു. അയാൾ ആ ശരീരം കുടഞ്ഞതും അയാളുടെ നെഞ്ചിലേക്ക് കയറുന്ന അമ്പ് ഇളകി താഴേക്ക് വീണു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. ആ അമ്പ് താഴേക്ക് വീഴുമ്പോൾ തന്നെ ബെയ്ലിയുടെ ശരീരത്തിന് ചുറ്റും ശരിക്കും ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. ഒരു പർപ്പിൾ കളർ പ്രകാശം പെട്ടെന്ന് ബെയ്ലിയുടെ ശരീരത്തിന് ചുറ്റും ഉണ്ടായി. അതും അതിവേഗതയിൽ ബെയ്ലിയുടെ ശരീരത്തിലേക്ക് ആ പർപ്പിൾ കളർ പ്രകാശം വന്നതും ബെയ്ലിയുടെ ആ സോഡ് ഫിംഗർ നേരെ ആകാശത്തേക്ക് ഉയർന്നു. ആകാശത്തേക്ക് ആ സോഡ് ഫിംഗർ ഉയരുന്ന ആ നിമിഷത്തിൽ ആ പർപ്പിൾ കളർ പ്രകാശം ബെയ്ലിക്ക് ചുറ്റും വ്യാപിച്ചു തുടങ്ങിയപ്പോൾ ശരിക്കും ഒരു പ്രഷർ ചുറ്റും അനുഭവപ്പെട്ടു തുടങ്ങി. ആ ചുറ്റുമുള്ള വായുവിൽ ആരോ ശക്തമായി പ്രഷർ ചെലുത്തുമ്പോൾ ഒരു ഫീല് ലീ യുവാൻവുവിനും അതുപോലെ റേഷ്യൂവിനും അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് രണ്ടുപേർക്കും ഒരു പിടിയുമില്ല. ലേശം അമ്പരപ്പ് ലീ യുവാൻവുവിന്റെ കണ്ണിലുണ്ട്. അപ്പോഴാണ് തറയിൽ നിഴൽ രൂപപ്പെട്ടത് അയാളുടെ ശ്രദ്ധയപ്പെട്ടത്. അയാൾ ആകാശത്തേക്ക് നോക്കിയതും ആകാശം മുഴുവൻ പെട്ടെന്ന് കറുത്തിരിക്കുകയാണ്. ആ മലയുടെ മുകളിൽ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ കറുത്ത മേഘം വന്നു നിറഞ്ഞു. കറുത്ത മേഘം നിറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ മറ്റൊന്നുകൂടി സംഭവിച്ചു. ശരിക്കും ചെവി പൊട്ടിപ്പോകുന്ന ശൈലിയിൽ ഒരു സ്ഫോടനം ആകാശത്തെ ആ കറുത്ത മേഘങ്ങളിൽ നിന്നുണ്ടായി. ഒരു ഇടിവെട്ടിയതാണ്. ഇടിവെട്ടിയ ശബ്ദം ആ രണ്ടാളുകളും കേൾക്കുമ്പോൾ അവർ ഒരു കാഴ്ച കൂടി കണ്ടു. ഇടിക്ക് തൊട്ടു മുന്നേ ആകാശത്ത് നിന്ന് താഴേക്ക് പാഞ്ഞ മിന്നൽ ബെയ്ലിയുടെ പുറത്താ വീണിരിക്കുന്നത്. ബെയ്ലിയുടെ പുറത്ത് ആ മിന്നൽ അടിക്കുമ്പോൾ ബെയ്ലി ശരിക്കും പർപ്പിൾ കളർ പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. ആ പർപ്പിൾ കളർ പ്രകാശത്തിൽ കുളിച്ചിരിക്കുന്ന ബെയ്ലിയുടെ ശരീരത്തിലേക്ക് തുടർച്ചയായി മിന്നലടിച്ചു തുടങ്ങി. ആകാശത്ത് നിന്ന് ഇടിയും അതുപോലെ മിന്നലും അനിശ്ചിതമായി ഉണ്ടാകുന്നു. ആ അനിശ്ചിതമായി ഉണ്ടാകുന്ന മിന്നലിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സാക്ഷാൽ ബെയ്ലി. താഴെ അബീഗലും ഡസൻ റൈസും അതുപോലെ ടൈലർ ജേഡിങ്ങും ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ശരിക്കും ശ്വാസം നിലച്ചു പോകുന്ന കാഴ്ച. ആകാശവും ഭൂമിയും തമ്മിൽ ഒരു മിന്നൽ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായി ആകാശത്ത് നിന്ന് മിന്നൽ താഴെ ഭൂമിയിലേക്ക് പതിക്കുകയാണ്. ഭൂമിയിലേക്ക് പതിക്കുന്ന മിന്നൽ ബെയ്ലിയുടെ ശരീരത്തിലേക്കാണ് വീഴുന്നത്. ബെയ്ലിയും ആകാശവും തമ്മിൽ മിന്നൽ വഴി കണക്ട് ചെയ്യപ്പെട്ട ഒരു പ്രതീതി. ഇപ്പോഴും ബെയ്ലിയുടെ വലത് കൈയിൽ ആ സോഡുണ്ട്, ഡ്രാഗൺ ബേർഡ് എന്ന സോഡ്. ബെയ്ലിയുടെ ശരീരത്തിലേക്ക് മിന്നലുകൾ അതിവേഗം വീഴുന്ന കണ്ട ലീ ഇവാൻവു ഒരു നിമിഷം ആ കാഴ്ചയിലേക്ക് നോക്കിയിട്ട് ഒരു ഒറ്റ ഓട്ടം. അയാൾക്ക് കഥ മനസ്സിലായി. സാക്ഷാൽ കോർലിയസ് ഷ്വാൻജിക്ക് മാത്രം ഈ ഭൂമിയിൽ കരഗതമായ ആ കാര്യം അതിതാ ബെയ്ലി സാധ്യമാക്കിയിരിക്കുന്നു. ആകാശം ഭൂമിയും തമ്മിൽ മിന്നൽ കൊണ്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത് മാർഷൽ ആർട്ടിസ്റ്റിന്റെ അവസാന അടവാണ്, അല്ലെങ്കിൽ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ അവസാന സ്റ്റെപ്പാണെന്ന് പറയാം. ആ സ്റ്റെപ്പ് ഇതാ വിജയകരമായി ബെയ്ലി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ബെയ്ലിയെ തൊടാൻ ഈ ഭൂമിയിൽ ഒന്നിനുമാകില്ല. ആ ധാരണ മനസ്സിലേക്ക് ഉദിച്ചതും ലീ ഇവാൻവു തിരിഞ്ഞൊരൊറ്റ ഓട്ടം. ഈ നിമിഷത്തിൽ കഥ മനസ്സിലാക്കാത്ത റേഷ്യൂ ബെയ്ലിയെ നോക്കി ഒന്ന് അലറി. നീ എന്താ മാജിക് കാണിക്കണോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അയാൾ വീണ്ടും ആ അമ്പുബില്ലും അവിടെ പുനഃസൃഷ്ടിച്ച് ബെയ്ലിക്ക് നേരെ അമ്പൊന്ന് തൊടുത്തു. അപ്രതീക്ഷിതമായി നേരത്തെ ബെയ്ലി അയാൾ ആക്രമിച്ചപ്പോൾ ബെയ്ലി ഒന്ന് പതറിയിരുന്നു. ആ ആക്രമണം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് സ്റ്റെർലിംഗ് റേഷ്യൂ. റേഷ്യൂവിന്റെ അമ്പ് റേഷ്യൂവിന്റെ ആ അദൃശ്യമായ വില്ലിൽ നിന്ന് ബെയ്ലിക്ക് നേരെ പാഞ്ഞു വന്ന ആ നിമിഷത്തിൽ ബെയ്ലിയുടെ കയ്യിലെ വാൾ ഒന്ന് മുന്നോട്ട് വന്നു. ആ വാളിൽ നിന്ന് ഒരു പ്രകാശവും മുന്നോട്ട് വരികയാണ്.
റേഷ്യുവിന്റെ ആ അമ്പിന് നേരെയാണ് ബെയ്ലിയുടെ ആ പ്രകാശം വന്നത്. റേഷ്യുവിന്റെ അമ്പിന് നേരെ ആ സുവർണ പ്രകാശം പാഞ്ഞു വരുമ്പോൾ ആ പ്രകാശത്തിന്റെ നിറം പെട്ടെന്ന് പർപ്പിളായി മാറി. ആ പർപ്പിൾ കളർ പ്രകാശം ആ അമ്പിനെ കടന്ന് റേഷ്യുവിന് നേരെ പാഞ്ഞു. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് റേഷ്യു ഏതാണ്ട് കറുത്ത് കരിക്കട്ട പോലെ ആകുന്നതാണ്. റേഷ്യുവിന്റെ പുറത്ത് ആ പർപ്പിൾ കളർ പ്രകാശം പതിഞ്ഞ നിമിഷത്തിൽ റേഷ്യു ആകാശത്തിലൂടെ അങ്ങനെ പറന്നു തുടങ്ങി. ആ മലയുടെ മുകളിലൂടെ കറുത്ത് കരിക്കട്ട പോലെയായ റേഷ്യു പറന്ന് ദൂരേക്ക് പോയി വീഴുന്നത് അവിശ്വസനീയതയോടെയാണ് ലോർഡ് ഹാൻ ആ മലയുടെ അറ്റത്ത് ഒളിച്ചിരുന്നുകൊണ്ട് കണ്ടത്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ച. താഴേക്ക് വീണ റേഷ്യു ജീവനോട് ഉണ്ടോ ഇല്ലയോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ശരിക്കും കരിക്കട്ട പോലെയാണ് അയാൾ അന്തരീക്ഷത്തിലൂടെ പറന്നത്. റേഷ്യു അന്തരീക്ഷത്തിലൂടെ ആ മലയ്ക്ക് മുകളിലൂടെ പാഞ്ഞു പോകുമ്പോൾ മുകളിലുള്ള ബെയ്ലി അയാളുടെ ആ സോഡ് ഫിംഗർ താഴേക്ക് ഓടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലീ യുവാൻവുവിന്റെ നേരെയാക്കി. ലീക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ബെയ്ലി ഉറക്കെ ലീയോടായി പറഞ്ഞു, നീയും നിന്റെ ഡ്രാഗൺ പെയിനും ഇവിടെ അവസാനിക്കുന്നു. ഇനി ഈ നാട്ടിൽ നന്മ പുലരും. അങ്ങനെ ലീ യുവാൻവുവിനോടായി മലയുടെ മുകളിൽ നിന്ന് ബെയ്ലി പറയുന്ന ആ നിമിഷത്തിൽ ഡസൻ റൈസും അബീഗലും അതുപോലെ ടൈലർ ജേഡിങ്ങും ആ കാഴ്ച കണ്ടു. ആ മലയുടെ മുകളിൽ നിന്ന് ഏകദേശം ഒരു 4 അടി നീളത്തിൽ 1 അടി വീതിയിൽ ഒരു പർപ്പിൾ കളർ പ്രകാശം കുതിക്കുന്നതാണ് അവർ കണ്ടത്. ആ പ്രകാശം ഓരോ മീറ്റർ പിന്നിടുമ്പോഴും അതിന്റെ വലിപ്പം കൂടുകയാണ്. ഈ നിമിഷത്തിൽ പവലിയൻ മാസ്റ്റർ ലീ യുവാൻവു അയാളുടെ സർവ്വശക്തിയുമെടുത്ത് ആ മലയിൽ നിന്ന് താഴേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പാറകൾ ചാടിക്കടന്നും മരങ്ങൾക്കിടയിലൂടെയും അയാൾ ജീവനം കൊണ്ട് ഓടുമ്പോൾ അയാൾക്ക് ഒരു ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും വായു തുളച്ച് എന്തോ വരുന്ന പോലെ ശബ്ദം അയാൾ കേട്ടു. ശബ്ദം കേട്ടതും ലീ യുവാൻവു ഞെട്ടിത്തിരിഞ്ഞു. അപ്പോൾ അയാൾക്ക് ആ കാഴ്ച കാണാം. പർപ്പിൾ നിറത്തുള്ള പ്രകാശവും അതിന് നടുവിൽ ഒരു വാളും അയാൾക്ക് നേരെ പാഞ്ഞു വരുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. ആ കാഴ്ച കണ്ടതും ലീ യുവാൻവു പെട്ടെന്ന് അയാളുടെ കയ്യിലെ ആ സ്പീർ എടുത്ത് മുന്നിൽ പിടിച്ച് അയാളുടെ ബോഡി പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ചെയ്തു. ഇതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് സംഭവിക്കുന്നത്. അയാൾ ആ പാഞ്ഞു വരുന്ന വാളിനെയും അതിന്റെ പ്രകാശത്തെയും ആ സ്പീർ കൊണ്ട് തടുക്കാനായി അങ്ങനെ പിടിച്ചുപോയ ആ നിമിഷത്തിൽ ആ പ്രകാശം അയാൾക്ക് അടുത്തെത്തിയിരുന്നു. ഇപ്പോ ടൈലർ ജേഡിങ്ങിനും ഡസൻ റൈസിനും അബീഗലിനും ആ കാഴ്ച കാണാം. താഴെ ലീ യുവാൻവു ഒരു കുന്തം അങ്ങനെ പിടിച്ചു നിൽക്കുന്നതും അയാളെ കടന്ന് ആ പർപ്പിൾ കളർ പ്രകാശം കടന്നു പോകുന്നതും ആ പർപ്പിൾ നിറത്തിലുള്ള പ്രകാശം ലീ യുവാൻവുവിനെ കടന്നങ്ങ് പോവുകയാണ്. ചോണിയ സിറ്റി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആ പ്രകാശം പാഞ്ഞു പോകുന്നത്. മുന്നോട്ട് പോകുന്ന പ്രകാശത്തിന്റെ വലിപ്പം കൂടിക്കൂടി വരികയാണ്. ഈ നിമിഷത്തിൽ ലീ യുവാൻവുവിനെ ആ പ്രകാശം കടന്നുപോയപ്പോൾ ലീയുടെ ഇടത് കണ്ണ് അയാളുടെ ഇടത് കൈയിലേക്ക് പതിച്ചു, വലത് കണ്ണ് വലത് കൈയിലേക്കും. അയാളുടെ ആ കണ്ണുകൾ അയാളുടെ ഇടത് കൈയും വലത് കൈയും ഫോളോ ചെയ്യുകയാണ്. ആ വലത് കണ്ണ് വലത് കൈക്കൊപ്പം വലത്തോട്ട് ഫോളോ ചെയ്യുകയാണ്. ഇടത് കണ്ണ് ഇടത് കൈക്കൊപ്പം ഇടത്തോട്ട് ഫോളോ ചെയ്യുകയാണ്. ആ കാഴ്ച ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയതും ലീ യുവാൻവു പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ അയാളുടെ ബോഡിയിലേക്ക് പിൻവലിച്ചു. അപ്പോൾ അയാൾക്ക് രസകരമായ ഒരു കാഴ്ച കാണാൻ പറ്റി. അയാളുടെ ബോഡി നെഞ്ചിന് തൊട്ടു താഴെ രക്തം പൊടിഞ്ഞു വരുന്നതാണ് അയാൾ കണ്ടത്. ആ രക്തം പൊടിഞ്ഞു വരുന്ന സ്ഥലത്തേക്ക് അയാൾ നോക്കിയതും നെഞ്ചിന്റെ താഴേക്കും നെഞ്ചിന് മുകളിലേക്കൊക്കെ രക്തം ഇങ്ങനെ പടർന്നു വരികയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ലീക്ക് ഒരു പിടിയില്ല. അമ്പരപ്പോടെ അയാൾ അങ്ങനെ നോക്കുന്നതും അയാളുടെ ബോഡി 2ആയി പിളർന്ന് ഇടത് കണ്ണും ഇടത് കൈയും ഇടതുവശത്തേക്കും വലത് കണ്ണും വലത് കൈയും വലതുവശത്തേക്കും വീണു. ശരിക്കും ഒരു വലിയ തടിക്കഷ്ണം 2ആയി വെട്ടിപ്പിളർന്നതുപോലെ ലീ യുവാൻവു എന്ന വേൾഡ് നമ്പർ 2 2 ഭാഗത്തേക്കായിട്ട് അങ്ങ് വീഴുകയാണ്. ആ കാഴ്ച കണ്ട ടൈലർ ജേഡിങ് അറിയാതെ പറഞ്ഞു പോവുകയാണ്. അയാൾക്ക് അർഹിച്ച ശിക്ഷയാണ് കിട്ടിയത്. ടൈലർ ജേഡിങ് അത് പറയുന്ന ആ നിമിഷത്തിൽ ഡസൻ റൈസും അബീഗലും അമ്പരപ്പിക്കുന്ന മറ്റൊരു രംഗം കൂടി കണ്ടു. ലീ യുവാൻവു താഴേക്ക് വീണ ആ നിമിഷത്തിൽ അനവധി മൃഗങ്ങൾ ആ ഭാഗത്തേക്ക് ഓടിയെത്തി. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ മൃഗങ്ങൾ ലീ യുവാൻവുവിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയായിരുന്നു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ലീ യുവാൻവുവിന്റെ എല്ല് പോലും അവിടെ ഇല്ല. മൃഗങ്ങൾ വന്നതും പോയതൊക്കെ ഏതാണ്ട് കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ്. ടൈലർ ജേഡിങ്ങും ഡസൻ റൈസും അബീഗലും മൃഗങ്ങൾ ലീ യുവാൻവുവെ കടിച്ചു കീറുന്ന കാഴ്ച അമ്പരപ്പോടെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് അകലെ ഡ്രാഗൺ മൗണ്ടനിൽ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഓഫീസിൽ ഒരു കോൺഫറൻസ് മുറിയിൽ ആളുകൾ അമ്പരപ്പോടെ ആ കാര്യം ചർച്ച ചെയ്യുകയാണ്. വെളുത്ത താടിയുള്ള ഒരു മനുഷ്യൻ ശരിക്കും ദേഷ്യത്തോടെ അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്,
നിങ്ങളാരും പൗലൻ മാസ്റ്റർക്കൊപ്പം പോയില്ലേ? മാസ്റ്റർ, പൗലൻ മാസ്റ്റർ ഒറ്റയ്ക്ക് മതിയെന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. പൗലൻ മാസ്റ്റർ ഞങ്ങളോട് ഇവിടെ ഉണ്ടാകണമെന്നാ പറഞ്ഞത്. ഷേ, എന്ത് അശ്രമത്താ കാണിച്ചത്? മാസ്റ്റർ വില്യം, അങ്ങ് എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? പൗലൻ മാസ്റ്റർ ശക്തനല്ലേ, അദ്ദേഹത്തെ തൊടാൻ ആർക്കും ആവില്ല. അതല്ല 2 മണിക്കൂറായി ലീ ഇവിടുന്ന് പോയിട്ട്. ലീ എതിരിടുന്നത് ബെയ്ലിയാണ്. ബെയ്ലി ശക്തനാണ്. ബെയ്ലി മാത്രമല്ല, വെസ്ലൂക്കോസിലെ ആൽബർട്ടും ജോൺസും ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നം കൂടെയുള്ളൂ. വെസ്ലൂക്കോസിലെ ആ തിമോർത്തികൾ ഒരുമിച്ച് ലീ ഇവാൻവേക്കെതിരെ ഇറങ്ങിയാൽ ലീ പെട്ടുപോകുമെന്നൊരു തോന്നൽ വില്യംസിനുണ്ട്. വില്യംസ് ആ ആശങ്കയാണ് അയാളുടെ കൂടെയുള്ള ആളുകളോട് പങ്കുവയ്ക്കുന്നത്. വെസ്ലൂക്കോസിയെ എന്തുകൊണ്ട് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഭയപ്പെടുന്നു ചോദിച്ചാൽ ആ ത്രിമൂർത്തികളുടെ സാന്നിധ്യമാണ്. ത്രിമൂർത്തികളിൽ ഗ്രിഗറി ജോൺസും മാത്രമാണ് 11 കൊല്ലങ്ങൾക്ക് മുമ്പ് വെസ്ലൂക്കോസിലെ റൂഫസ് റൈസിന്റെ ഭാര്യയും മകനെ ആക്രമിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത്. റൂഫസ് റൈസിനൊപ്പം ബെയ്ലിയും അതുപോലെ ആൽബർട്ടും വെസ്ലൂക്കോസിലേക്ക് മടങ്ങിയ സമയത്തായിരുന്നു ആക്രമണം നടന്നത്. അന്ന് ആ ആക്രമണ സമയത്ത് ലോഗൻ റൈസിനൊപ്പം ഉണ്ടായിരുന്ന ഗ്രിഗറി ജോൺസിനെ ആരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് വെസ്ലൂക്കോസിയിൽ റൂഫസ് റൈസിനൊപ്പം പോയ ബെയ്ലി റൂഫസ് റൈസിന്റെ ഭാര്യ കൊല്ലപ്പെട്ട നിമിഷത്തിൽ ശരിക്കും വെസ്ലൂക്കോസിൽ നിന്ന് അജ്ഞാതമായ എങ്ങോട്ടോ മാറുകയായിരുന്നു. അയാൾ എങ്ങോട്ട് പോയെന്ന് ആർക്കും ഒരു വിവരവുമില്ല. ഈ 3 പേരും ഒന്നിച്ചു കൂടിയാൽ ലീ ഇവാൻവൂവിനോട് പ്രതികാരം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വില്യം ലേശം ഭയത്തോടെ അയാളുടെ ആശങ്ക ആ ടീമിനോട് പങ്കുവച്ചത്. വില്യം അങ്ങനെ തന്നെ ആശങ്ക പങ്കുവച്ച ആ നിമിഷത്തിൽ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് ഓടി വന്നു. മാസ്റ്റർ, പ്രശ്നമാണ്. എന്താ ഹാൾ ഓഫ് ഹീറോസിൽ ഒരു സംഭവം ഉണ്ടായി. നീ കാര്യം പറ. മാസ്റ്റർ, ഹാൾ ഓഫ് ഹീറോസിൽ പൗലൻ മാസ്റ്ററുടെ ആ എംബ്ലം അടർന്ന് താഴെ വീണ് 2ആയി പൊട്ടി. നീ എന്താ പറഞ്ഞേ? പൗലൻ മാസ്റ്ററുടെ ലൈഫ് സിംബൽ അടർന്ന് വീണ് പൊട്ടിയെന്നു? അത് സംഭവിക്കത്തില്ല, അതങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് വില്യം ആ ഹാൾ ഓഫ് ഹീറോസിന്റെ ഹാളിലേക്ക് ഓടുകയായിരുന്നു. അയാളുടെ തൊട്ടുപുറകെ ബാക്കി കൗൺസിൽ മെമ്പേഴ്സും ആ ഹാളിലേക്ക് ഓടി കയറുമ്പോൾ അവർ ആ കാഴ്ച കണ്ടു. ലീ ഇവാൻവുവിന്റെ ജീവൻ നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ലൈഫ് സിംബലായ ഒരു എംബ്ലം ചുവരിൽ ഉറപ്പിക്കപ്പെട്ടിരുന്നു. ആ എംബ്ലം ആ ചുവരിൽ നിന്ന് ഇളകി താഴെ വീണ് 2ആയിരിക്കുകയാണ്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ലൈഫ് എംബ്ലം ആ മുറിയിലുണ്ട്. അവൻ ആരെങ്കിലും ആപത്തിൽ പെടുമ്പോൾ ആ എംബ്ലം ഒന്ന് വിറയ്ക്കും. ആ എംബ്ലം പൊട്ടുകയാണെങ്കിൽ ആപത്തിൽപ്പെട്ടയാൾ മരിച്ചു എന്ന അർത്ഥം. ഇവിടെ ഇപ്പം ഇതാ ആ എംബ്ലം 2ആയിരിക്കുന്നു. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലെ ആ അംഗങ്ങളോട് ആ രംഗം ആ കാര്യം വിളിച്ചു പറയുകയാണ്. അവരുടെ നേതാവ് സാക്ഷാൽ വേൾഡ് നമ്പർ 2 ലീ ഇവാൻവു മരിച്ചിരിക്കുന്നു. വിശ്വസിക്കാനാവാത്ത ആ രംഗത്തെക്കുറിച്ച് ആലോചിച്ചതും വില്യം താഴേക്കങ്ങ് വീണു. ശരിക്കും അയാളും ലീ ഇവാൻവുവും കുഞ്ഞുനാൾ മുതലേ സുഹൃത്തുക്കളാണ്. വില്യത്തിന് ലീ ഇവാൻവുവിന്റെ ഓരോ വളർച്ചയും ശരിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. ലീ ഇവാൻവു ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തലപ്പത്തേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച വ്യക്തിയും സാക്ഷാൽ വില്യമാണ്. ആ വില്യത്തിനാണ് ഇതാ കൂട്ടുകാരൻ നഷ്ടമായിരിക്കുന്നത്. ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം വില്യം ചാടി എണീറ്റു. ആ ഹാളിലുള്ള മുഴുവൻ ആളുകളും ആകെ ടെൻഷനിലാണ്. അവർക്ക് എല്ലാവർക്കും യാഥാർത്ഥ്യം അറിയാം. അവരുടെ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തലവൻ ലീ ഇവാൻവു മരിച്ചിരിക്കുന്നു. പെട്ടെന്ന് വില്യം എല്ലാവരോടായി പറഞ്ഞു, നോക്ക്, സൺ മൗണ്ടനിലേക്കാണ് ലീ പോയത്. സൺ മൗണ്ടനിൽ വെച്ച് ലീയെ കൊന്നത് ആരാണെങ്കിലും അവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. നമ്മുടെ ഡെപ്യൂട്ടി പൗലൻ ലീഡർ അവിടെ? മാസ്റ്റർ വില്യം, ഡെപ്യൂട്ടി പൗലൻ ലീഡർ ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ വസതിയിൽ ഒറ്റയ്ക്ക് ഒരു പരിശീലനത്തിലാണ്. അദ്ദേഹത്തെ ആര് ശല്യം ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്തോ ആവട്ടെ, ഞാൻ ഇപ്പോ സൺ മൗണ്ടനിലേക്ക് പോകാൻ പോവുകയാണ്. നിങ്ങളെ കേട്ടുകൂടെ വാ. നമുക്ക് ലീയെ കൊന്ന ആളുകളെ ആരെയും വെറുതെ വിടാൻ പറ്റില്ല. അങ്ങനെ വില്യം പറഞ്ഞതും ശരിക്കും പുറത്ത് ഒരു മുഴക്കം കേട്ടു. ആ മുഴക്കം ആ മലയിലേക്ക് അടുത്ത് വരികയാണ്. അസ്വാഭാവികമായ ആ മുഴക്കം കേട്ടതും വില്യമും കൗൺസിൽ മെമ്പേഴ്സും ഒന്നിച്ച് ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. സൺ മൗണ്ടന്റെ ഭാഗത്ത് നിന്ന് പർപ്പിൾ കളറിലെ ഒരു പ്രകാശം അങ്ങോട്ടേക്ക് വരികയാണ്. അവരുടെ ആ മല ലക്ഷ്യമാക്കി വരുന്ന പ്രകാശത്തിന് ഏകദേശം 1 കിലോമീറ്ററോളം വീതിയുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ഭീകരമായൊരു ഹുങ്കാര ശബ്ദത്തോടു കൂടി തീ ജ്വാല കണക്കിയ പർപ്പിൾ പ്രകാശം ആ മല ലക്ഷ്യമാക്കി വരുമ്പോൾ ആ മലയിലേക്ക് വരുന്ന വഴിയിലെ സകലതും നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാവുകയാണ്. അപ്രത്യക്ഷമാകുന്നതിൽ മരങ്ങളും കുഞ്ഞു മലകളും ഒക്കെ ഉണ്ട്. ആ കാഴ്ച
ആരെയും ഒന്ന് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അത് കണ്ടതും വില്യം ഉറക്കെ അയാളുടെ അനുയായികളോട് പറഞ്ഞു, മൗണ്ടൻ പ്രൊട്ടക്ഷൻ ഓണാക്ക്. അവരുടെ ആ മലയെ പ്രൊട്ടക്ട് ചെയ്യാനായി അവരൊരു പ്രൊട്ടക്ഷൻ സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഡെവലപ്പ് ചെയ്തത് കോൺലിയസ് ഷുവാൻചിയിൽ നിന്ന് അവരുടെ ആ സംഭവത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. വേൾഡ് നമ്പർ 1 കോൺലിയസ് ഷുവാൻചി ശരിക്കും ഒരു ഇമ്മോർട്ടലാണ്, ദൈവതുല്യനായ മനുഷ്യൻ. ആ ആളുടെ ആക്രമണത്തിൽ നിന്ന് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ രക്ഷിക്കാൻ വേണ്ടി അവർ ഡെവലപ്പ് ചെയ്ത മൗണ്ടൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാനായി മാസ്റ്റർ വില്യം പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ പക്ഷേ അത് സംഭവിച്ചു. ആ പർപ്പിൾ പ്രകാശം ശരിക്കും ആ മലയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആ മലയുടെ മുകളിൽ കൊട്ടാര സദൃശ്യമായ ഒരു ബിൽഡിംഗ്, അതാണ് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ആ ആസ്ഥാനത്തിൽ ഒരുപാട് ആളുകളുമുണ്ട്. ആ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഏകദേശം 2 ഡസനോളം വരുന്ന കൗൺസിൽ മെമ്പേഴ്സ് ആ ഹാളിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ആ പർപ്പിൾ പ്രകാശം അവിടെ ഇടിച്ചു കയറുന്നത്. ശരിക്കും കണ്ണഞ്ചി പോകുന്ന പ്രകാശവും ശബ്ദവും ആ പ്രകാശം ആ മലയിൽ പതിക്കുന്ന നിമിഷം ഉണ്ടാവുകയാണ്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ആ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആ ബിൽഡിംഗ് കോടിക്കണക്കിന് കഷ്ണങ്ങളായി ചിതറി തെറിച്ചിരിക്കുകയാണ്. അതിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ അംഗങ്ങളൊക്കെയും കഷ്ണങ്ങളായി ചിതറിക്കിടക്കുകയാണ്. ശരിക്കും അവരുടെ ശരീരത്തിൽ എവിടെയൊക്കെ പ്രകാശം തട്ടിയോ അവിടെയൊക്കെ മുറിഞ്ഞു പോയിരിക്കുകയാണ്. അമ്പരപ്പിക്കുന്ന ആ രംഗത്തിന് ശേഷം ആ പർപ്പിൾ പ്രകാശം ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തൊട്ടു പുറകിലുള്ള ആ മലയിലേക്ക് അങ്ങ് ഇടിച്ചു കയറി. ശരിക്കും ആ മല 2ആയി മുറിഞ്ഞു. ആ മലയിലേക്ക് ഇടിച്ചു കയറിയ പ്രകാശത്തിന് എന്തോ ലക്ഷ്യമുണ്ടെന്ന് വ്യക്തമാണ്. അടുത്ത നിമിഷത്തിൽ ആ മലയുടെ ഇടിഞ്ഞുപോയ ഭാഗത്തേക്ക് ആ പ്രകാശം തറച്ചു കയറുകയാണ്. അല്പസമയം കഴിഞ്ഞതും ആ ഭാഗത്ത് ഒരു വൻ സ്ഫോടനം ഉണ്ടായി. ശരിക്കും ആ മലയുടെ അടിയിൽ സുരക്ഷിതമായി ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഒളിപ്പിച്ചിരുന്ന ആ ഡ്രാഗൺ വെയിനിൽ പർപ്പിൾ പ്രകാശം വന്നിടിച്ച നിമിഷത്തിലുണ്ടായ സ്ഫോടന ശബ്ദമാണ് ശരിക്കും ആളുകൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രകാശം ആളുകൾ കാണുന്നത്. ആ ഡ്രാഗൺ വെയിൻ, ആ പർപ്പിൾ കളർ പ്രകാശം ഇടിച്ച നിമിഷത്തിൽ ശരിക്കും ആകാശത്തേക്ക് അങ്ങ് തെറിക്കുകയായിരുന്നു. ആകാശത്തേക്ക് ഉയർന്നു വന്ന ആ സ്പിരിച്വൽ എനർജി അമ്പരപ്പിക്കുന്ന വേഗതയിൽ പെട്ടെന്ന് 5 ദിക്കുകളിലേക്ക് അങ്ങ് ഒഴുകി മാറി. ഇതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് നടക്കുന്നത്. ഈ സംഭവം നടക്കുന്ന ഇതേ നിമിഷത്തിൽ ഫോർബിഡൻ സിറ്റിയിലെ എംബറുടെ വസതിക്ക് അടിയിലുള്ള ആ ജയിലിൽ മേശപ്പുറത്ത് ഒരു കോമ്പസിൽ തന്നെ നോക്കിയിരിക്കുകയാണ് ആ പ്രായമുള്ള മനുഷ്യൻ. അയാളുടെ തൊട്ടു മുന്നുള്ള കോമ്പസ് പെട്ടെന്ന് 5 കഷ്ണമായി ചിതറിയത്. ശരിക്കും 5 ഈക്വൽ പാർട്ടുകളായി ആ കോമ്പസ് അങ്ങ് മാറുകയായിരുന്നു. ആ ശബ്ദം ഉണ്ടായ അതേ നിമിഷത്തിലാണ് മാർഗറ്റ് അങ്ങോട്ട് ഓടി വരുന്നത്. ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടി വരുന്ന മാർഗറ്റ് കാണുന്നത് തറയിൽ വീണ് കിടക്കുന്ന ആ വയസ്സായ മനുഷ്യനെയാണ്. ആ വയസ്സായ മനുഷ്യനെ അവൾ എണീപ്പിച്ച് കസേരയിരുത്തി. മാസ്റ്റർ, എന്തു പറ്റി? മാർഗരറ്റ്, അത് സംഭവിച്ചു. ഞാൻ ഭയപ്പെട്ട സംഭവിച്ചു. മാസ്റ്റർ പറയുന്നത് നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുകയാണ്. മാസ്റ്റർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാർഗരറ്റ്, ഡ്രാഗൺ വെയിൻ തകർക്കപ്പെട്ടു. ഡ്രാഗൺ മാർഷ് കിങ്ഡത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തെ ആ ഡ്രാഗൺ വെയിനാണ്. ഒരു സ്പിരിച്വൽ എനർജി ആ രാജ്യത്തിന്റെ നട്ടലാണ്. ആ സ്പിരിച്വൽ എനർജി അവിടെ ഉള്ളത് കൊണ്ടാണ് ആ രാജ്യം മറ്റു രാജ്യങ്ങളെ തോൽപ്പിക്കാൻ കപ്പാസിറ്റി നേടുന്നത് തന്നെ. ആ ഡ്രാഗൺ വെയിനാണ് സ്റ്റോണിയ സിറ്റിയിൽ നിന്ന് ഇതാ അപ്രത്യക്ഷമായിരിക്കുന്നത്. മാർഗരറ്റ്, എനിക്ക് ഉറപ്പാണ് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ അവസാനിച്ചു കാണും. അവർക്ക് ഡ്രാഗൺ വെയിൻ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിക്കാണില്ല. ഡ്രാഗൺ വെയിൻ സംരക്ഷിക്കാനായി രൂപീകരിച്ച ആ സംഘടന അവിടെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഡ്രാഗൺ വെയിന് ഒന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് ആ മാസ്റ്റർക്ക് അറിയാം. ആ സംഘടനയിലെ അംഗങ്ങൾ മുഴുവൻ കൊല്ലപ്പെട്ട് കാണും. അക്കാര്യം മാസ്റ്റർ മാർഗരറ്റിനോട് സൂചിപ്പിക്കുകയാണ്. മാർഗരറ്റ് അമ്പരപ്പോടെ മാസ്റ്ററോട് ചോദിച്ചു, മാസ്റ്റർ, അപ്പോ ഇനി? മാർഗരറ്റ്, രാജ്യം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഭരണത്തിന് വേണ്ടി ആളുകൾ തമ്മിലടിക്കും. ഈ രാജ്യത്തെ ഒന്നായി നിലനിർത്തിയിരുന്നത് ആ ഡ്രാഗൺ വെയിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അത് പോയി. മാർഗരറ്റ്, നീ എന്തെങ്കിലും ചെയ്യണം. മാസ്റ്റർ, ഞാൻ എന്ത് ചെയ്യാനാണ്? ചക്രവർത്തി സുഖമില്ലായിരിക്കുകയാണ്. ചക്രവർത്തിയുടെ മക്കളാണെങ്കിൽ ഭരണത്തിന് വേണ്ടി തമ്മിലടിക്കാനുള്ള സാഹചര്യമുണ്ട്. മാർഗരറ്റ്, അതെനിക്കറിയാം. നിനക്ക് ഒരു സാധ്യതയുണ്ട്. മാസ്റ്റർ പറയുന്നത്? മാർഗരറ്റ്, ഈ രാഷ്ട്രത്തിന്റെ സ്വന്തമാണ് ആ ഡ്രാഗൺ വെയിൻ. ഇപ്പോൾ ആ ഡ്രാഗൺ വെയിൻ എനിക്കറിയാം 5ആയി വേർപിരിഞ്ഞിരിക്കുകയാണ്. നീ വിചാരിച്ചാൽ ആ ഡ്രാഗൺ വെയിൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിന് നിനക്ക് ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും. നീ എന്തായാലും ഈ കാര്യങ്ങൾ ചക്രവർത്തിയോട് സൂചിപ്പിക്കും. അവളുടെ മാസ്റ്റർ അക്കാര്യം മാർഗരറ്റിനോട് പറഞ്ഞതും മാർഗരറ്റ് അവളുടെ മാസ്റ്ററോട് യാത്ര പറഞ്ഞ്
അതിവേഗം ചക്രവർത്തിയുടെ മുറിയിലേക്ക് നീങ്ങി. ഈ സമയത്ത് കസേരയിൽ നിന്ന് എണീറ്റ മാസ്റ്റർ താഴെ തറയിലേക്ക് ഇരുന്നു. അയാളൊരു ധ്യാനത്തിന്റെ പോസിലേക്ക് വരികയാണ്. ധ്യാനത്തിന്റെ പോസിലേക്ക് വന്ന അയാൾ ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് എടുത്തു. തന്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ ആ മനുഷ്യന്റെ മുഖത്തുണ്ട്. ആ മനുഷ്യൻ അങ്ങനെ അല്പസമയം ഇരുന്നതും ഒരു ശബ്ദത്തോടു കൂടി താഴെ വീണു. അയാളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും മരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ആ മാസ്റ്റർക്ക് മനസ്സിലായത് കൊണ്ടാണ് അയാൾ ആ ധ്യാന രൂപത്തിലേക്ക് ഇരുന്നതെന്ന് അർത്ഥം. ഈ നിമിഷത്തിൽ അവിടെ സൺ മൗണ്ടനിൽ ഡസൻ റൈസിന്റെ കണ്ണുകൾ ഏതാണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിന്റെ കാരണം മലയുടെ മുകളിൽ നിൽക്കുന്ന അങ്കിൾ ബെയ്ലിയുടെ ദേഹത്തുണ്ടായ മാറ്റങ്ങളാണ്. അവന്റെ അങ്കിൾ ബെയ്ലി നല്ല കറുത്ത തലമുടിയുള്ള വ്യക്തിയായിരുന്നു. ആ തലമുടി ഇപ്പോ പതുക്കെ നിറം മാറുകയാണ്. ആ കറുത്ത തലമുടി വെളുത്ത തലമുടിയിലേക്കും ക്രമേണ ഒരു ഗ്രേ തലമുടിയിലേക്കും മാറിയിരിക്കുകയാണ്. തികച്ചും നരച്ചു പോലുള്ള ഒരു തലമുടി. ദേഹത്തും അതുപോലെ ചുടുകൾ വീണുടങ്ങി. ആ കാഴ്ച കണ്ട് ശരിക്കും കരഞ്ഞുപോയ ഡസൻ റൈസ് ഉറക്കെ ബെയ്ലിയോട് പറഞ്ഞു, അങ്കിൾ ഇത് വേണ്ടായിരുന്നു. ഹേയ് ലോഗൻ, അങ്ങനെയല്ല. എല്ലാ ആളുകൾക്കും ഒരു നിയോഗമുണ്ട്. എൻ്റെ നിയോഗം നിന്നെ രക്ഷിക്കാന്നുള്ളതാണ്. ഞാനത് ചെയ്തിരിക്കുന്നു. ലോഗൻ, നീ എനിക്കൊരു സഹായം ചെയ്യണം. ലോഗൻ, നമ്മൾ സ്റ്റോറിയിൽ നിന്ന് വെസ്റ്റ് ലുക്കൂസിലേക്ക് പോകുമ്പോൾ ഒരു ടൗൺ ഉണ്ട്, പിങ്ക് ടൗൺ. ആ പിങ്ക് ടൗണിലേക്ക് കയറുമ്പോൾ ആ പിങ്ക് ടൗണിൽ ചേർന്ന് ഒരു വില്ലേജ് ഉണ്ട്, പിങ്ക് എന്ന പേരിൽ തന്നെ. നീ അവിടെ പോകണം. അവിടെ ട്രിവിയ എന്ന പേരുള്ള ഒരു സ്ത്രീയുണ്ട്, നല്ല സ്ത്രീയാണ്. നീ അവരെ അടുത്ത് ചെല്ലണം. ഞാൻ ലോകത്തിന്റെ അറ്റത്തേക്ക് പോയെന്ന് നീ അവരോട് പറയണം. വേറെ വിവാഹം കഴിച്ച് സുഖമായി കഴിയാനും നീ പറയണം. നീ അവിടെ ഒരു കൊച്ചു പെൺകുട്ടിയെ കാണും. ശരിക്കും മിടുക്കിയ അവൾ. അവൾക്ക് ഒരു 6 വയസ്സേ പ്രായം വരും. തൃഷ് എന്ന അവളുടെ പേര്, തൃഷ് ലീ. നീ ആ തൃഷ് ലീയെ നിന്റെ ശിഷ്യയാക്കണം. നിനക്ക് അവളിൽ ശരിക്കും പൊട്ടൻഷ്യലുള്ള ഒരു യോദ്ധാവിനെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരില്ല. അസാമാന്യ ജീനിയസ് ആണ് ആ കുട്ടി. അങ്ങനെ പറഞ്ഞിട്ട് ബെയ്ലി അയാളുടെ കൈയൊന്ന് നീട്ടിയതും അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡ്രാഗൺ ബേർഡ് എന്ന ബ്ലേഡ് പറന്നു വന്ന് ഡസൻ റൈസിന്റെ തൊട്ടടുത്തുള്ള പാറയിലേക്ക് വന്നിടിച്ചു. ശരിക്കും പാറയിൽ വന്ന് കുത്തി നിൽക്കുകയാണ്. ലോഗൻ, നിന്റെ ഗുരുവിന്റെ നിനക്കുള്ള സമ്മാനം കൂടിയാണ് ആ വാൾ. നീ അത് സൂക്ഷിക്കുക. നിന്നെ അതെപ്പോഴും സംരക്ഷിക്കും. ശരിക്കും ബെയ്ലി ആ വാക്കുകൾ പറഞ്ഞു തീർന്ന ആ നിമിഷത്തിൽ ശരിക്കും ഒരു പ്രകാശം അവിടെ അടിക്കുകയാണ്. ആ പ്രകാശം ബെയ്ലിയുടെ ഭാഗത്തേക്ക് അടിച്ചതും ബെയ്ലി ഏതാണ്ട് അപ്രത്യക്ഷമായെന്ന് പറയാം. ബെയ്ലി നിന്ന ഭാഗത്ത് അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ബെയ്ലി ഏതാണ്ട് പൊടിയായി മാറിയിരിക്കുകയാണ്. ബെയ്ലി അയാളുടെ ജീവൻ ഡസൻ റൈസിനെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് 100% ഉറപ്പിച്ചു പറയാം. ആ കാഴ്ച കണ്ടതും ഡസൻ റൈസ് മുട്ടടിച്ച് താഴേക്ക് വീണു. താഴേക്ക് വീണ ഡസൻ ശരിക്കും അലറി കരയുകയാണ്. ഡസൻ അങ്ങനെ കരയുന്നത് അബിഗൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സങ്കടം കൊണ്ട് ഉറക്കെ കരയുന്ന ഡസൻ ഉറക്കെ പറയുന്നുണ്ട്, എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ തെറ്റാണ്. ഞാനിത് അന്വേഷിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. ഇപ്പൊ ഡസൻ അറിയാം അവന്റെ അച്ഛൻ എന്തുകൊണ്ട് പ്രതികാരം വേണ്ടാന്ന് വെച്ചുവെന്ന്. റൂഫസ് റൈസ് 11 കൊല്ലങ്ങൾക്ക് മുമ്പ് അയാളുടെ ഭാര്യ നഷ്ടപ്പെട്ട ആ സങ്കടം തീർക്കാനായി ആയുധങ്ങളുമായി രംഗത്തിറങ്ങിയിരുന്നുവെങ്കിൽ അയാളുടെ ഒരുപാട് ബന്ധുക്കൾ കൊല്ലപ്പെടുമായിരുന്നു. ശരിക്കും വൻ ദുരന്തം ഡ്രാഗൺ മാഷ് രാജ്യത്ത് ഉണ്ടാകുമായിരുന്നു. സ്വന്തം സങ്കടം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ റൂഫസ് റൈസ് ചെയ്തത്. ഇവിടെ ഡസൻ റൈസിന്റെ അമ്മ ബെയ്ലിയുടെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബെയ്ലിക്ക് ഡസൻ റൈസിന്റെ അമ്മയോട് ഒരു കടമുണ്ടായിരുന്നു. ആ കടം വീട്ടാൻ അയാൾക്ക് പറ്റിയില്ല. അയാൾ ആ കടം വീട്ടിയിരിക്കുന്നത് മകന് വേണ്ടി ജീവൻ കൊടുത്തുകൊണ്ടാണ്. ആ യാഥാർത്ഥ്യം മരിക്കുന്നതിന് മുമ്പ് ബെയ്ലി ഡസനോട് പറയുകയും ചെയ്തു. ഡസൻ സങ്കടപ്പെട്ട് അങ്ങനെ കരയുന്ന കണ്ടതും ടൈലർ ജെയ്ഡിങ് ഡസൻ അടുത്തേക്ക് വന്നു. ടൈലർ ഡസനോട് പറഞ്ഞു, ഏയ് ലോഗൻ, ഇത് നിനക്ക് ചേരില്ല. ലോഗൻ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് നിനക്ക് ചേരില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ടൈലർ ഡസന്റെ കോളർ പിടിച്ചു. ഡസനെ നേരെ നിർത്തിയിട്ട് ടൈലർ ഡസനോട് പറഞ്ഞു, ലോഗൻ, നീ വെസ്റ്റ് ലുക്കോസിലെ ക്രൗൺ പ്രിൻസ് ആണ്, കിരീടാവകാശിയാണ്. ആ കിരീടാവകാശി ഇതുപോലെ കരയുകയല്ല വേണ്ടത്. ആ കിരീടാവകാശി സകലതും ധൈര്യത്തോടെ നേരിടണം. നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് നീ ഉയരണം. ഇതുപോലെ നിന്ന് കരയാൻ ഏതൊരാൾക്കും പറ്റും. ആള് പക്ഷേ ലോഗൻ റൈസ് അല്ല. ടൈലർ ജെയ്ഡിങ്ങിന്റെ ശരിക്കും ശക്തമായ വാക്കുകൾ ഡസൻ റൈസിനെ ഒന്ന് പിടിച്ചു കുലുക്കുന്നതിനെ പറയാം. ഡസന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ട് ടൈലർ പറഞ്ഞു, ഏയ്
ലോകൻ, നീ പരാജയപ്പെടരുത്. നീ പരാജയപ്പെടുന്നത് നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കോടിക്കണക്കിന് ആളുകളാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ലോകൻ, ഇത് നിനക്ക് ശരിയില്ല. ടൈലർ വീണ്ടും ആ വാക്കുകൾ ആവർത്തിച്ചതും ഡസൻ റൈസ് ടൈലറോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ ഇനി കരയില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ അയാളുടെ കണ്ണുകൾ തുടച്ചു. ശരിക്കും അയാൾക്ക് സങ്കടമുണ്ട്, പക്ഷെ അയാൾക്കറിയാം കരയേണ്ട സമയമല്ലെന്ന്. ഡസൻ റൈസ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടതും ടൈലർ ഡസനോട് പറഞ്ഞു, അതെ, അതാണ് ലോകൻ. ലോകമറിയുന്ന കിരൺ ലോഗൻ റൈസ് അങ്ങനെയാണ്. സങ്കടങ്ങൾക്ക് മുന്നിൽ മനസ്സ് പതറരുത്. ഈ ലോകം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്. ലോകം, നീ ഒരു കാര്യം മറക്കരുത്, ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ തകർന്നു എന്ന് നമുക്ക് ഊഹിക്കാം, പക്ഷേ അവരിലെ എല്ലാവരും ഇല്ലാതായി എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അവർ ഉറപ്പായും വെസ്റ്റ് ലുക്കോസിൽ വരും. നിന്നെയും നിന്റെ പിതാവിനെയും അവർ നോട്ടമിടും. അത് കേട്ടതും ഡസൻ ടൈലറോട് പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. ഞാൻ ഒരാളെയും വെറുതെ വിടില്ല. എൻ്റെ അമ്മയുടെ മരണത്തിലും എൻ്റെ അങ്കിളുടെ മരണത്തിലും കാരണക്കാരായ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല, ഒരാളെയും. അങ്ങനെ ഡസൻ റൈസ് തീർത്ത് പറഞ്ഞതും ടൈലർ അബിഗലിനോട് പറഞ്ഞു, അബിഗൽ, ഡസൻ സുരക്ഷിതമായി മടക്കി കൊണ്ടുപോകും. ഡസൻ, ഞാൻ നിന്നെ എടുക്കണോ? ടൈലർ അങ്ങനെ ചോദിച്ചതും ഡസൻ ടൈലറോട് പറഞ്ഞു, അത് വേണ്ട, എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. ഡസൻ, ഇനി ഇവിടെ നിൽക്കണ്ട. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ ആളുകൾ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അവരുടെ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും റീഎൻഫോഴ്സ്മെന്റുമായിട്ട് അവർ അവിടേക്ക് പാഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യം ടൈലർ സൂചിപ്പിച്ചതും ഡസൻ റൈസ് അബിഗലിനോട് പറഞ്ഞു, അബിഗൽ, നമുക്ക് മൂവ് ചെയ്യാം. ടൈലർ അബിഗലിനെയും ഡസനെയും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ലോകൻ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കണ്ടുമുട്ടാം. അങ്ങനെ പറഞ്ഞിട്ട് ടൈലർ കാടിനകത്തേക്ക് അങ്ങ് മറയുകയായിരുന്നു. ശരിക്കും അയാൾ എങ്ങോട്ട് പോയെന്ന് ആർക്ക് പറയാൻ പറ്റില്ല. ആ വേഗത്തിലാണ് അയാൾ കാട്ടിലേക്ക് കയറിയത്. അബിഗലും ഡസൻ റൈസും കൂടി ആ മല ഇറങ്ങി താഴെ എത്തി ഡസന്റെ കാറിനകത്തേക്ക് കയറി. അവരുടെ കാറ് അതിവേഗം സൺ ടെമ്പിളിൽ നിന്ന് സ്റ്റോണിലേക്ക് പാഞ്ഞു വരികയാണ്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്നാണ് ഒരു വാഹനം അവർക്ക് മുന്നിൽ ചവിട്ടി നിർത്തിയത്. ഡസൻ റൈസിന്റെ വാഹനം നിൽക്കുന്ന കണ്ടതും അബിഗൽ ഡസനോട് പറഞ്ഞു, അങ്കിൾ, വീണ്ടും ശത്രുക്കളെത്തിയോ? ഞാൻ അവരെ മുഴുവൻ കൊല്ലും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ കയ്യിലുള്ള ആ വിഷ ബോളുകൾ കയ്യിലെടുത്തു. അത് കണ്ടതും ഡസൻ അബിഗലിനോട് പറഞ്ഞു, അവർ ശത്രുക്കളല്ല. അവർ ശത്രുക്കളല്ല എന്ന് ഡസൻ റൈസ് പറഞ്ഞ ആ നിമിഷത്തിൽ മുമ്പിൽ വന്നു നിന്ന വാഹനത്തിന്റെ വാതിൽ തുറക്കുന്നതും അതിൽ നിന്ന് ആളുകൾ ചാടി ഇറങ്ങുന്നതും അബിഗൽ കണ്ടു. ആ വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയ ആളുകളെ കണ്ടതും ഡസൻ റൈസും പുറത്തേക്ക് ഇറങ്ങി. അബിഗലും ശരിക്കും ഡസനടുത്തേക്ക് ആ വാഹനത്തിൽ ചാടി ഇറങ്ങിയ ആളുകൾ ഓടി വരികയാണ്. ഓടി വരുന്ന ആള് ഡസനോട് ഉറക്കെ വിളിക്കണം, ലോകൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ചോദിച്ചുകൊണ്ട് രക്തത്തെ കുളിച്ച് ഓടി വരുന്നത് സാക്ഷാൽ ആദം സ്പാനറാണ്. രക്തത്തിൽ കുളിച്ചു വരുന്ന ആദം സ്പാനറെ കണ്ട ഡസൻ ചോദിച്ചു, ആദം, എന്തു പറ്റി? ഡസൻ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആ സ്റ്റെർലിംഗ് കാർ ശരിക്കും തടസ്സമുണ്ടാക്കി. അവർ എന്നെയും എൻ്റെ കൂട്ടരെയും കൊലപ്പെടുത്താനുള്ള ശ്രമം വരെ നടത്തി. ഞാൻ അവരെയൊക്കെ തീർത്തിട്ട് വരുന്ന വഴിയാണ്. ആദം സ്പാനർ ഒരു കാരണവശാലും ഡസൻ റൈസിനെ രക്ഷിക്കാനായി എത്തരുതെന്ന് ഈ ആക്ഷൻ പ്ലാൻ ചെയ്ത ആളുകൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും തടസ്സങ്ങൾ അവർ ഏർപ്പെടുത്തിയിരുന്നു. അവരങ്ങനെ സംസാരിക്കുമ്പോഴേക്കും മറ്റൊരു വാഹനം കൂടി അവിടെ എത്തി. ആ വാഹനം നിർത്തിയതും അതിൽ നിന്ന് ചുവന്ന ട്രാക്ക് സൂട്ട് ധരിച്ച് ആ സിൽവർ തലമുടിക്കാരി ഓടി വന്നു. ബ്രദർ, അങ്ങനെ വിളിച്ചുകൊണ്ട് അവൾ ഓടി വരുന്ന അവൾ കാണുന്നത് ഏതാണ്ട് ക്ഷീണിതനായി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആദം സ്പാനറേയും അതേപോലെ ഡസൻ റൈസിനെയാണ്. ആദം സ്പാനർ നോക്കിയിട്ട് സ്കാർലറ്റ് ഡസൻ നേരെ തിരിഞ്ഞു. ബ്രദർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്കാർലറ്റ്, ഒരു കുഴപ്പമില്ല. ലോകൻ, സത്യമായിട്ടും ഇതൊരു വലിയ പ്ലാനായിരുന്നു. എൻ്റെ ഇങ്ങോട്ടുള്ള വരവ് പല സ്ഥലത്ത് വെച്ച് തടസ്സപ്പെട്ടിരുന്നു. ശരിക്കും ബ്ലോക്കുകൾ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ആ ബ്ലോക്കുകളൊക്കെ അതിജീവിച്ച് ഇവിടെ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. സ്കാർലറ്റ് സ്പാനർ സ്ഥലത്ത് എത്തരുതെന്ന് നിർബന്ധമുള്ളവർ തന്നെയാണ് ആ ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കിയത്. സ്കാർലറ്റും ആദമും ഡസനോട് വിശേഷങ്ങൾ തിരക്കിയതും ഡസൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രകാശം കണ്ടായിരുന്നല്ലോ? ഡസൻ, ഞാനും കണ്ടു. സ്കാർലറ്റും ആദമും ഉറക്കെ അത് പറയുകയാണ്. അത് ആ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആ മലയ്ക്ക് നേരെയാണ് വന്നത്. ആ മല പൂർണ്ണമായും തകർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കാർലറ്റ് സ്റ്റോണിൽ നിന്ന് സൺ ടെമ്പിളിലേക്ക് വരുമ്പോഴാണ് ആ പ്രകാശം പാഞ്ഞു പോകുന്നത് അവൾ കണ്ടത്. ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ആ പ്രകാശം ഒരു മലയിലിടിക്കുന്നതും മല പൂർണ്ണമായും തകരുന്നതും ആ മലയുടെ മുകളിൽ നിന്ന് ഒരു പ്രകാശം ആകാശത്തേക്ക് പോകുന്നതൊക്കെ സ്കാർലറ്റും ആദമും വ്യത്യസ്ത വഴികളിൽ വെച്ചാണെങ്കിൽ കണ്ടിരുന്നു. ആ കാഴ്ച സ്റ്റോണിയിൽ പല ഭാഗത്തുള്ള ആളുകളും കണ്ടിട്ടുണ്ട്. അത്രയും വലിപ്പത്തിൽ ഏകദേശം 1 കിലോമീറ്റർ വീതിയിലാണ് ആ പ്രകാശം വന്ന് ആ മലയിൽ ഇടിച്ചത്.
അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ കാഴ്ച കണ്ടിട്ടുണ്ട്. എന്താണ് സംഭവമെന്ന് സ്കാർലറ്റിനും ആദവനും മനസ്സിലായിട്ടില്ല. അവരോടായി ഡസ്സും പറഞ്ഞു, ആ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തലവനില്ലേ ലീ കൊല്ലപ്പെട്ടു. ലീ കൊല്ലപ്പെട്ട ശരിക്കും ആദത്തിന് ആ വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം ഉണ്ടാവുകയാണ്. ആദം, നിനക്ക് ഈ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഡസൻ, അവര് ശരിക്കും ശക്തമായ സംഘടനയാണെന്ന് എനിക്കറിയാവൂ. ഞങ്ങളുമായി അധികം അവർ ഉരസാറില്ല. ആർമിയോട് കണക്ട് ചെയ്യാതെ നിൽക്കുന്ന ഒരു സംഘടന. അങ്ങനെയാണ് ആദം ആ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ വിലയിരുത്തിയിട്ടുള്ളത്. ആദം ഡസ്റ്റിനോട് പറഞ്ഞു, പക്ഷേ എനിക്കൊരു സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് നമ്മുടെ ചക്രവർത്തി നിയന്ത്രിക്കുന്നത്. ചക്രവർത്തിയെ നിയന്ത്രിക്കുന്ന അവർ തന്നെയാണ് പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത്. അത് കേട്ടതും സ്കാർലറ്റ് പറഞ്ഞു, ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നത് 18ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഒരാൾ എന്നെ സമീപിച്ചിരുന്നു. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ അംഗമാകണം എന്ന് പറഞ്ഞിട്ടാണ് സമീപിച്ചത്. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സ്പാനർ കുടുംബത്തിലെ സ്കാർലറ്റ് സ്പാനറെ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഭാഗമാക്കി മാറ്റാൻ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആളുകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് അവരൊരു ശ്രമം നടത്തിയതാണ്. സ്കാർലറ്റ് പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞപ്പോൾ സ്കാർലറ്റിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശ ധാരണയുള്ള ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ ആളുകൾ തൽക്കാലം മിണ്ടാതിരുന്നതാണ്. ഇപ്പോൾ ഡസ്റ്റിനും ആ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഡസ്റ്റിൻ പെട്ടെന്ന് ആദത്തോടും സ്കാർലറ്റിനോടായി പറഞ്ഞു, തകർന്നത് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് എന്ന് പറഞ്ഞാൽ അവർ തകരുമ്പോൾ സ്വാഭാവികമായി പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ്. അവരാണ് യഥാർത്ഥത്തിൽ സ്റ്റോണിയുടെ സംരക്ഷകർ. അവർ വീഴുമ്പോൾ പല മേഖലയിൽ നിന്നും ആളുകൾ രംഗത്ത് വരും. പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്പാനർ കുടുംബം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഡസ്റ്റിൻ പറയും പോലെ അല്ല കാര്യം. ഞങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും ആ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റില്ല. പ്രശ്നത്തെ മുഖാമുഖം നേരിടുന്നതാണ് യുക്തി. ആദം സ്പാനർ ഒരു മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റാണ്. അയാൾ സകല കാര്യങ്ങളും വളരെ വിശദമായ പഠനത്തിന് വിധേയമാക്കിയാണ് ചെയ്യുന്നത്. ആദത്തിന് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. സ്പാനർ കുടുംബം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും പ്രശ്നം അവരുടെ അടുത്തേക്ക് തന്നെ വരും. അതുകൊണ്ടാണ് ആദം അങ്ങനെ പറഞ്ഞത്. മുൻകൂട്ടി തയ്യാറെടുത്ത് പ്രശ്നത്തെ മുഖാമുഖം നേരിടുക. പെട്ടെന്ന് സ്കാർലറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഈ റോയൽ കുടുംബം സത്യമായിട്ടും ഈ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ ഭയപ്പെട്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ആ റോയൽ കുടുംബം മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് അധികാരത്തിന് വേണ്ടി ഒരു വടംവലി ഉണ്ടാകാനുള്ള ഇടയുമുണ്ട്. ലോകൻ അറിയാമല്ലോ, ചക്രവർത്തിക്ക് നല്ല സുഖമില്ല എന്നുള്ളത് സത്യമാണ്. ചക്രവർത്തിയുടെ മക്കളിൽ ആരാകും അടുത്ത ചക്രവർത്തി എന്ന് അറിയാൻ കഴിയില്ല. അവർക്ക് ലോകൻ ഒരു ത്രെട്ടാണ്. അതുകൊണ്ട് ലോകനെ തീർക്കാൻ അവന്മാർ ഏത് മാർഗവും സ്വീകരിക്കും. ചക്രവർത്തിയുടെ മക്കൾ ലോകനെ അവസാനിപ്പിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. സിംഹാസനത്തിലേക്കുള്ള യാത്രയിൽ അവർക്ക് തടസ്സമാകുന്ന എല്ലാത്തിനെയും വെട്ടിമാറ്റുക എന്നുള്ളത് ആ രാജകുമാരന്മാരുടെ ലക്ഷ്യമാവും. ആ കാര്യം മനസ്സിലാക്കിയാണ് സ്കാർലറ്റ് അങ്ങനെ ഡസ്റ്റിനോട് പറഞ്ഞത്. ഡസൻ ഡൈസും അബീഗലും സ്കാർലറ്റും ആദം സ്പാനറും സ്റ്റോണിയിൽ ഉടനടി നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയതിനു ശേഷം 4 പേരും 4 വഴിക്കായി തിരിഞ്ഞു. ഡസൻ ഡൈസ് ശരിക്കും ക്ഷീണിതനായിട്ടാണ് അയാളുടെ വില്ലയിൽ മടങ്ങിയെത്തുന്നത്. ഡസന്റെ വാഹനം ആ വില്ലയുടെ മുന്നിൽ നിർത്തിയതും മാക്സിമസ് ഓടി ഡസൻ അടുത്തേക്ക് വന്നു. ഡസനെ കാണാനേ ഒരാൾ വന്നിരിക്കുകയാണ്. എന്നെ കാണാനോ? ഈ രാത്രിയിലോ? എനിക്ക് തീരെ വയ്യ, ഞാനത് കിടക്കട്ടെ. ഡസൻ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. അങ്ങനെ മാക്സിമസ് ഡസനോട് പറയുമ്പോഴേക്കും ഡസനും മാക്സിമസും ആ വില്ലയുടെ പൂമുഖത്തേക്ക് കയറി കഴിഞ്ഞു. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഡസൻ ആ സ്ത്രീയെ കണ്ടു. തലയിൽ കോണാകൃതിയുള്ള ഒരു തൊപ്പി വെച്ച, മുഖം ഒരു നെറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന മാർഗരറ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. മാർഗരറ്റിനെ കണ്ടതും ഡസൻ മാർഗരറ്റിനോട് ചോദിച്ചു, മാർഗരറ്റ്, ഈ രാത്രിയിൽ എന്താ ഇവിടെ? ഡസൻ അത് ചോദിച്ചതും മാർഗരറ്റ് ഡസനോട് പറഞ്ഞു, ലോകൻ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മാർഗരറ്റ്, പ്ലീസ്, ഞാൻ ആകെ ക്ഷീണിതനാണ്. ഈ രാത്രിയിൽ എനിക്കിനി ആരോടും സംസാരിക്കാൻ വയ്യ. അങ്ങനെ ലോകം പറയുമ്പോഴേക്കും മാക്സിമസ് 2 കപ്പുകളിലായി ടീ പകർന്ന് അവർക്ക് 2 പേർക്കും കൊടുത്തു. അത് കണ്ടതും മാക്സിമസിനോടായി ഡസൻ പറഞ്ഞു, മാക്സിമസ്, കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യും. മാർഗരറ്റിന് എന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഡസൻ ഡൈസ് മാക്സിമസിനെ ഒഴിവാക്കിയതും മാർഗരറ്റ് ഡസന് അടുത്തുള്ള സീറ്റിൽ വന്നിരുന്നു. ഡസനോടായി മാർഗരറ്റ് പറഞ്ഞു, ലോകൻ, എന്നെ ഒന്ന് സഹായിക്കണം. മാർഗരറ്റ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ലോകൻ, നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ്. മാർഗരറ്റ്, അത് നല്ലതല്ലേ? നിങ്ങളുടെ രാജകീയ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം ഇല്ലാതായതിൽ നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്?
ലോകൻ അതെല്ലാം ശരിയാണ്. ഒരു അധികാര സോഴ്സ് പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ഒരുപാട് അധികാര സോഴ്സുകൾ ഉണ്ടായി വരും. അത് ഒരു അരക്ഷിതാവസ്ഥ രാജ്യത്ത് ഉണ്ടാക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജ്യ തലസ്ഥാനത്ത്. മാർഗരറ്റ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിപ്പോ ഞാൻ എന്താ വേണ്ടത്? ലോകൻ എന്നെ സഹായിക്കണം. ഞാൻ മാർഗരറ്റിനെ എങ്ങനെ സഹായിക്കണമെന്നാ മാർഗരറ്റ് പറയുന്നത്? ലോകൻ, ആ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡ്രാഗൺ വെയിൻ നമ്മുടെ ഈ രാജ്യത്തിന്റെ നട്ടെല്ലാണ്. അത് സ്റ്റോണിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ശരിക്കും 5 വ്യത്യസ്ത ദിശകളിലേക്ക് അത് പാഞ്ഞു പോയെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അത് എവിടെയാണെന്ന് കണ്ടെത്തി തിരിച്ചു പിടിക്കണം. അതിന് ലോകൻ എന്നെ സഹായിക്കണം. മാർഗരറ്റ്, എനിക്കത് പറ്റത്തില്ല. എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലോകൻ, പ്ലീസ്. ലോകൻ അത് ചെയ്താൽ അതുകൊണ്ട് ലോകന് ഗുണമേ ഉണ്ടാവും. മാർഗരറ്റ്, സത്യമായിട്ട് ഞാൻ ക്ഷീണിതനാണ്. ഞാനൊന്ന് ഉറങ്ങട്ടെ. ഈ രാത്രിയിൽ എനിക്കൊന്ന് ഉറങ്ങിയേ പറ്റൂ. ലോകൻ, ഈ രാത്രിയിൽ ലോകന് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർഗരറ്റ് എന്താ പറഞ്ഞേ? ലോകൻ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ രാത്രിയിൽ ഉറങ്ങാൻ ലോകന് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മാർഗരറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ലോകനെ കാണാനായി ഒരാൾ കാത്തിരിക്കുകയാണ്. എന്നെ കാണാനോ? ആരാ അത്? ലോകനെ കാണാൻ കാത്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. ചക്രവർത്തിയോ? ഈ രാത്രിയിലോ? അദ്ദേഹം തന്നെ ഈ രാത്രി എന്നെ കാണുന്നത്? ലോകൻ, എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല. മറുപടി ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. പെട്ടെന്ന് മാർഗരറ്റിനോട് ലോകൻ അങ്ങനെ പറഞ്ഞതും മാർഗരറ്റിന്റെ മുഖം ഒന്ന് മങ്ങി. ആ മുഖത്തെ മങ്ങൽ ഒരു നിമിഷമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നിമിഷത്തിൽ മാർഗരറ്റ് ലോകനോട് പറഞ്ഞു, ലോകൻ, ചക്രവർത്തിക്ക് ഈ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് ലോകനുമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയാണ് ലോകനെ ഈ രാത്രി തന്നെ കാണണമെന്ന് ചക്രവർത്തി ആവശ്യപ്പെടുന്നത്. മാർഗരറ്റ് അങ്ങനെ പറഞ്ഞതും ഡസൻ റൈസ് അയാളുടെ സീറ്റിൽ നിന്നിട്ട് ഒരു പേനയും പേപ്പറും എടുത്തു. ആ പേപ്പറിൽ ഡസൻ ഒരു കത്ത് എഴുതി. ആ കത്ത് എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം ഡസൻ മാക്സിമസിനെ അവിടേക്ക് വിളിച്ചു. ഡസൻ മാക്സിമസിന്റെ കയ്യിലേക്ക് ആ കത്ത് കൊടുത്തു. മാക്സിമസ്, ഞാൻ മാർഗരറ്റുമായി പുറത്തു പോവുകയാണ്. നാളെ സൂര്യ ഉദയത്തിന് മുമ്പ് ഞാൻ മടങ്ങി വന്നില്ലെങ്കിൽ മാക്സിമസ് ഈ കത്തുമായി നേരെ വെസ്റ്റ് ലുക്കോസി പോകണം. അവിടെ ചെന്നിട്ട് പ്രിൻസ് റൂഫസ് റൈസിന്റെ കയ്യിൽ ഈ കത്ത് കൊടുക്കണം. പിന്നെ മാക്സിമസ്, ഈ രാത്രിയിൽ മാക്സിമസ് ഇവിടെ നിൽക്കണ്ട, എങ്ങോട്ടെങ്കിലും മാറിക്കൊള്ളണം. ഒരു കാരണവശാലും മാക്സിമസ് പിടിക്കപ്പെടരുതെന്ന് ഡസൻ റൈസിന് നിർബന്ധമുണ്ട്. രാത്രിയിൽ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം ഡസൻ റൈസ് ചക്രവർത്തിയെ കാണാൻ പോവുകയാണ്. ഡസൻ റൈസിനെ ആക്രമിച്ച് കൊലപ്പെടുത്താനാണ് ചക്രവർത്തി ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യം സ്വാഭാവികമായും അച്ഛൻ റൂഫസ് റൈസ് അറിഞ്ഞിരിക്കണമെന്ന് ഡസന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഡസൻ വളരെ വ്യക്തമായി ആ കത്ത് അങ്ങനെ എഴുതി മാക്സിമസിന്റെ കയ്യിലേക്ക് കൊടുത്തു. അത് മനസ്സിലാക്കിയ മാർഗരറ്റ് ഡസനോട് പറഞ്ഞു, ലോകൻ, ചക്രവർത്തിക്ക് ലോകനെ കൊലപ്പെടുത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു സ്ത്രീയായ എന്നെ ഇങ്ങോട്ട് അയക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു സൈന്യം സ്വന്തമായിട്ടുണ്ട്. അവരോട് പറഞ്ഞാൽ ഈ രാത്രിയിൽ ലോകനെ അവസാനിപ്പിക്കാൻ അവർക്ക് അധികം ബുദ്ധിമുട്ടൊന്നും വരില്ല. ലോകൻ ഇപ്പോൾ ശരിക്കും ക്ഷീണിതനാണ്. ലോകന് അവരോട് പിടിച്ചേക്കാൻ പറ്റിയെന്നും വരില്ല. മാർഗരറ്റിന്റെ ആ വാചകം ശരിക്കും സാഹചര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായി നടത്തുന്ന നിരീക്ഷണമാണ്. മാർഗരറ്റ് പറഞ്ഞത് കേട്ടപ്പോൾ ലോകനും അതിനകത്ത് ഒരു സാധ്യത തോന്നുകയാണ്. അതെ, ചക്രവർത്തിക്ക് ലോകനെ ഇല്ലാതാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് ഈ ശൈലിയിൽ ഒരു വളഞ്ഞ വഴിയുടെ ആവശ്യമൊന്നുമില്ല. അത് മനസ്സിലാക്കിയതും മാക്സിമസിനോട് യാത്ര പറഞ്ഞ് ഡസൻ റൈസ് മാർഗരറ്റിനൊപ്പം ആ വില്ലയിൽ നിന്ന് പുറത്തിറങ്ങി. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ടീം കൊട്ടാരത്തിലെ അകത്തളത്തിലൂടെ നടക്കുകയാണ്. ഇപ്പോ ഡസൻ റൈസ് ആ കൊട്ടാരത്തിലെ ഒരു ജീവനക്കാരന്റെ വേഷത്തിലാണ്. മാർഗരറ്റിന്റെ തലയിൽ ഇപ്പോഴും ആ തൊപ്പിയുമുണ്ട്, അതുപോലെ മുഖം മൂടിയിരിക്കുന്ന ആ ആവരണവുമുണ്ട്. അവർ രണ്ടുപേരും കൂടി മുന്നോട്ട് നടക്കുമ്പോൾ ചക്രവർത്തിയുടെ മുറിയിൽ ചക്രവർത്തി തന്റെ കയ്യിലിരിക്കുന്ന തുണിയിലേക്ക് പതുക്കെ ചുമയ്ക്കുകയാണ്. ചുമയ്ക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് ശരിക്കും രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. അത് കണ്ടതും അടുത്ത് നിൽക്കുന്ന പരിചാരകൻ ചക്രവർത്തിയോട് പറഞ്ഞു, ഹൈനസ്, അങ്ങ് വിശ്രമിക്കണം. ഈ രാത്രിയിൽ അങ്ങ് ഇനിയും ഉറക്കമെണീറ്റിരിക്കുന്നത് ശരിയല്ല. ജോൺ, സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ചക്രവർത്തി ലിയോൺ വിൽമാൻ അദ്ദേഹത്തിന്റെ മേശപ്പുറത്തുള്ള ഒരു ഡോക്യുമെന്റിലൂടെ കടന്നു പോവുകയാണ്. കുറെ നേരമായി ആ ഡോക്യുമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ലിയോൺ വിൽമാൻ. ആ ഡോക്യുമെന്റ് പരിശോധന അദ്ദേഹം തുടങ്ങിയിട്ട് കുറെ നേരമായി. ആ ഡോക്യുമെന്റ് വളരെ വളരെ കാര്യമായിട്ടാണ് ലിയോൺ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.
ലിയോൺ ആ ഡോക്യുമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പരിചാരകൻ അകത്തേക്ക് വന്ന് ആ കാര്യം അറിയിച്ചത്. തിരുമനസ്സേ, അതിഥികളുണ്ട്, പ്രിൻസസ് മാർഗരറ്റ് എത്തിയിരിക്കുകയാണ്. മാർഗരറ്റിനെ അകത്തേക്ക് വരാൻ പറഞ്ഞതും മാർഗരറ്റും ഡസൻ ഡൈസും കൂടി ആ മുറിയിലേക്ക് കടന്നു. ശരിക്കും വിശാലമായ ആ മുറിയിലേക്ക് ഡസൻ ഡൈസ് കടക്കുമ്പോൾ ചക്രവർത്തി ലിയോൺ വെയിൽമാൻ ഡസിനെ കണ്ടതും ഡസിനോട് പറഞ്ഞു, ഹേയ് ലോഗൻ, എത്ര നാളായി കണ്ടിട്ട്? ചക്രവർത്തി തിരുമനസ്സേ, വണക്കം. അങ്ങ് സുഖമായിരിക്കുന്നുണ്ടല്ലോ? വളരെ ബഹുമാനപൂർവ്വം ഡസൻ ഡൈസ് ചക്രവർത്തിയെ വണങ്ങുമ്പോൾ ചക്രവർത്തി ഡസിനോട് പറഞ്ഞു, ഹേയ് ലോഗൻ, വാ ഇവിടെ ഇരിക്കും. ക്ഷമിക്കണം, ഞാൻ ഇവിടെ നിന്നോളാം, അങ്ങയുടെ മുന്നിൽ ഞാൻ ഇരിക്കാൻ പാടില്ല. ഹേയ് ലോഗൻ, എൻ്റെ സിംഹാസനത്തിൽ വരെ കയറിയിരിക്കാൻ ധൈര്യം കാണിച്ച ലോകനാണോ ഇപ്പോ ഇങ്ങനെ പറയുന്നത്? ചക്രവർത്തി ക്ഷമിക്കണം, അന്ന് എനിക്ക് തികച്ചും അറിവില്ലാത്ത പ്രായമായിരുന്നു, അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഏയ് ലോകൻ, ഇവിടെ ചക്രവർത്തിയും മന്ത്രിയും ഒന്നുമില്ല. ഇവിടെ ഞാൻ നിന്റെ അങ്കിളാണ്, നീ എൻ്റെ അനന്തരവനും. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ ഇവിടെ ഇരിക്കും. അങ്ങനെ ചക്രവർത്തി ലിയോൺ വെയിൽമാൻ പറഞ്ഞതും ഡസൻ ഡൈസ് ചക്രവർത്തിയുടെ അടുത്തിരുന്നു. ചക്രവർത്തിയുടെ മറുവശത്തായി മാർഗരറ്റ് വരുന്നു. മാർഗരറ്റ് മേശപ്പുറത്തുനിന്ന് 2 ടീ പകർന്ന് അവർക്ക് 2 പേർക്കുമായി കൊടുത്തു. മാർഗരറ്റ് കൊടുത്ത ടീ ഡസൻ ഡൈസ് കയ്യിലേക്ക് വാങ്ങുമ്പോൾ മാർഗരറ്റ് ഒരു കപ്പ് ടീ ചക്രവർത്തിക്ക് കൊടുക്കുകയാണ്. ചക്രവർത്തിക്ക് ആ ടീ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു, അച്ഛാ, അച്ഛന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? മാർഗരറ്റ് അച്ഛന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ച ആ ചോദ്യം കേട്ട ഡസൻ ഡൈസ് ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം. മാർഗരറ്റ് ആ രാജകുടുംബവുമായി ബന്ധമുള്ള ആരോ ഒരാൾ, അങ്ങനെയാണ് മാർഗരറ്റിനെ ഡസൻ ഡൈസ് വിലയിരുത്തിയിരുന്നത്. ഇപ്പോ അവൾ ചക്രവർത്തിയെ അച്ഛ എന്ന് സംബോധന ചെയ്യുന്നത് കേട്ടപ്പോ ഡസൻ ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം. മാർഗരറ്റ്, നിന്റെ അച്ഛന് ഒരു കുഴപ്പമില്ല. ആ ഞെട്ടൽ പൂർത്തിയാകും മുമ്പ് ചക്രവർത്തിയുടെ മറുപടിയും വന്നു. ഡസൻ ശരിക്കും അമ്പരപ്പോടെ മാർഗരറ്റിനൊന്ന് നോക്കി പോവുകയാണ്. തന്നെ കാണാനായി വീട്ടിലേക്ക് വന്നിരുന്ന ആ വ്യക്തി സാക്ഷാൽ മാർഗരറ്റ് രാജകുമാരിയാണ്. ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരി എന്ന് എല്ലാവരും വിളിക്കുന്ന ആ മാർഗരറ്റാണ് തനിക്ക് മുന്നിലിരിക്കുന്നത്. അതേ മാർഗരറ്റിന്റെ ഛായാചിത്രം ഡസന്റെ കയ്യിലുമുണ്ട്. ഡസന്റെ മനസ്സിൽ പെട്ടെന്ന് ആ ഛായാചിത്രവും ഡസന്റെ വീട്ടിലേക്ക് വരുന്ന മാർഗരറ്റും കടന്നു വന്നപ്പോൾ ചക്രവർത്തി ഡസനോട് പറഞ്ഞു, ലോകൻ, സത്യമായിട്ടും ഞാൻ ഈ അവസരം ലോകനോട് ക്ഷമ ചോദിക്കാൻ ഉപയോഗിക്കുകയാണ്. ചക്രവർത്തി, അങ്ങെന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ലോകൻ, അന്ന് സത്യത്തിൽ എനിക്ക് നിന്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ല. അന്നത്തെ ആ ആംബുഷ് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് സത്യമായിട്ടും പ്ലാൻ ചെയ്തത്. എനിക്ക് അവരെ തടുക്കാൻ പറ്റിയില്ല എന്നാണ് സത്യം. ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ അതിൽ ഇടപെടാൻ പറ്റുമായിരുന്നെന്ന്. ഞാൻ ഇടപെട്ടിരുന്നുവെങ്കിൽ ചിലപ്പോൾ എനിക്ക് പ്രിൻസസിനെ രക്ഷിക്കാൻ പറ്റിയനെ. ചക്രവർത്തി, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലോകൻ, ഇന്ന് സംഭവിച്ച കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആസ്ഥാനം തകർക്കപ്പെട്ട കാര്യം ഞാനും അറിഞ്ഞിട്ടുണ്ട്. ഡസൻ ഡൈസ് മുഖാന്തരം അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചക്രവർത്തിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് ഡസൻ ചക്രവർത്തിയോട് ചോദിച്ചു, തിരുമനസ്സേ, എനിക്ക് അന്ന് നടന്ന ചില കാര്യങ്ങളിൽ ചില സംശയങ്ങളുണ്ട്. എൻ്റെ അങ്കിൾ സ്ട്രാറ്റ്ഫോർഡിനെ കുറിച്ചാണ് എൻ്റെ സംശയം. ലോകന്റെ സംശയം ശരിയാണ്. സ്ട്രാറ്റ്ഫോർഡ് സത്യമായിട്ടും നിങ്ങളെ ചതിക്കുകയായിരുന്നു. റൂഫസ് റൈസിന്റെ വലങ്കിയായി വെസ്റ്റ് ലുക്കോസിയിൽ റൂഫസിനൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ സേനയുടെ തലവൻ സ്ട്രാറ്റ്ഫോർഡ് ചതിച്ചതുകൊണ്ടാണ് ഡസന്റെ അമ്മയും ഡസനും ഉൾപ്പെട്ട ആ കോൺവേ ആക്രമിക്കപ്പെട്ടത്. ആ കാര്യം പ്രിൻസ് ഓഫ് വെയിൽസ് ലിയോൺ നാഷ് പറഞ്ഞ് ഡസന് അറിയാം. ഇപ്പോ ലിയോൺ നാഷിന്റെ ജ്യേഷ്ഠൻ ലിയോൺ വെയിൽമാൻ ആ കാര്യം ഒരിക്കൽ കൂടി ഡസനോട് വ്യക്തമാക്കുകയാണ്. അതെ, ആ സ്ട്രാറ്റ്ഫോർഡാണ് സകലതിന്റെ പിന്നിലുള്ളത്. ലോകൻ, ആ സ്ട്രാറ്റ്ഫോർഡ് സത്യത്തിൽ ആ കലാപത്തിന്റെ എൻഡിൽ കൊല്ലപ്പെട്ടു എന്ന എല്ലാവരും കരുതിയത്. സത്യം അതല്ല. അയാൾ ജീവനോട് രക്ഷപ്പെട്ടിരുന്നു. അയാളുടെ മരണത്തെ പോലും നമ്മളെ കബളിപ്പിക്കാനായി ഉപയോഗിക്കുകയായിരുന്നു. ഡസന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോ ചക്രവർത്തി പറയുന്നത്. ചക്രവർത്തി, ആ സ്ട്രാറ്റ്ഫോർഡ് ഇപ്പോ എവിടെയാണ് ഉള്ളതെന്ന് അറിയാവോ? ലോകൻ, അയാളുടെ പേരും രൂപവും വരെ മാറ്റിയിട്ടുണ്ട്. അയാൾ രൂപവും പേരും ഒക്കെ മാറ്റിയെങ്കിലും അയാൾ ആരാണെന്നും എവിടെയാണെന്നും എനിക്കറിയാം. ഡസന് ഇതുവരെ കിട്ടാതിരുന്ന ഒരു ഇൻഫർമേഷൻ ഇതാ ചക്രവർത്തി പറയാൻ പോവുകയാണ്. കൗതുകത്തോടെയും ആവേശത്തോടെയും ഡസൻ ചക്രവർത്തിയോട് ചോദിച്ചു, ചക്രവർത്തി, ആരായാൽ?
ലോഗൻ അയാൾ പേര് മാറ്റിയിരിക്കുന്നത് വിറ്റേക്കർ എന്നാണ്. വിറ്റേക്കർ എന്ന പേര് കേട്ടതും ജസ്റ്റിൻ ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം. അങ്കിൾ ലോറൻസോയെ രക്ഷിച്ച വ്യക്തിയായിട്ടാണ് വിറ്റേക്കറെ ഡോക്ടർ എലിജോ അവതരിപ്പിച്ചത്. ലോറൻസിയും അങ്ങനെ അവതരിപ്പിച്ചത്. ആ ലോറൻസിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിറ്റേക്കറെ ഡോക്ടർ എലിജോയ്ക്ക് അറിയാം. എലിജോയ്ക്ക് അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ കൃത്യമായ ഇന്റർവെല്ലുകളിൽ വിറ്റേക്കർ ലോറൻസോയെ കാണാൻ വരാറുണ്ട്. ആ ലോറൻസോയെ കാണാൻ വരുമായിരുന്ന വിറ്റേക്കർ യഥാർത്ഥത്തിൽ വെസ്റ്റ് ലുക്കോസിയുടെ സെക്യൂരിറ്റി ഗാർഡുകളുടെ തലവൻ സാക്ഷാൽ ജനറൽ സ്റ്റാറ്റ്ഫോർഡ് ആയിരുന്നു എന്ന് കേട്ടപ്പോൾ വളരെയൊരു അമ്പരപ്പ് ഡസ്റ്റിന്റെ മുഖത്തുണ്ടായി. ഡസ്റ്റിന്റെ മുഖത്തെ അമ്പരപ്പ് വായിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചക്രവർത്തി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഈ വിറ്റേക്കർ ആരാണെന്നറിയാവോ? ഇല്ല. ഡസ്റ്റിൻ, നേരത്തെ ഡ്രാഗൺ പവലിയൻ തകർന്നപ്പോൾ എൻ്റെ ആളുകൾ അവിടെ പരിശോധനയ്ക്ക് പോയിരുന്നു. അവിടെ കൊല്ലപ്പെട്ട ആളുകളുടെ മുഴുവൻ ബോഡി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ ബോഡികളിൽ നിന്ന് നമുക്ക് ലഭിക്കാതെ പോയത് ഒരാളുടെ ബോഡിയാണ്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഡെപ്യൂട്ടി പവലിയൻ മാസ്റ്ററുടെ ബോഡിയാണ് അവിടെ ഇല്ലാത്തത്. അവിടെ അയാളുടെ ബോഡി ഇല്ലാതിരുന്നതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ആ സംഭവം നടക്കുമ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നിരിക്കില്ല. ആരാണ് ഈ ഡെപ്യൂട്ടി എന്ന് ലോകന് അറിയാമോ? ചക്രവർത്തിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ ഡസ്റ്റിന്റെ മുഖത്ത് ഒരു സംശയം വരികയാണ്. ഡസ്റ്റിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചക്രവർത്തി പറഞ്ഞു, അതാണ് വിറ്റേക്കർ. തിരുമനസ് അങ്ങ് പറയുന്നത്? അതേ ലോകൻ, ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ഒരു ശ്രേഷ്ഠവാണ് ഈ വിറ്റേക്കർ. അയാൾ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരം റൂഫസ് റൈസുമായി ചങ്ങാതം കൂടിയതാണ്. റൂഫസ് റൈസും ആൽബർട്ടും സോഡ് മാസ്റ്ററും അതുപോലെ ഗ്രിഗറിയൊക്കെ ചേർന്ന് വെസ്റ്റ് ലുക്കേഴ്സിൽ സമാധാനം കൊണ്ടുവരാനായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോണിയിൽ നിന്ന് ഒരുപാട് ആളുകളെ ഞങ്ങൾ അങ്ങോട്ട് അയച്ചിരുന്നു. അന്ന് റൂഫസ് റൈസിനെ സഹായിക്കാനായി സ്റ്റോണിയിൽ നിന്ന് ചെന്ന ഒരു വ്യക്തിയാണ് ഈ സ്റ്റാറ്റ്ഫോർഡ്. സ്റ്റാറ്റ്ഫോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ആകർഷണനായ റൂഫസ് സ്റ്റാറ്റ്ഫോർഡിനെ കൂടെ കൂട്ടുകയായിരുന്നു. ആ സ്റ്റാറ്റ്ഫോർഡ് യഥാർത്ഥത്തിൽ അവിടെ ചെന്നത് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരമാണ്. അവർ സകല സ്ഥലത്തും നുഴഞ്ഞു കയറുന്ന പതിവുണ്ട്. അങ്ങനെ വെസ്റ്റ് ലുക്കോസിലേക്ക് നുഴഞ്ഞു കയറിയ വ്യക്തിയാണ് ഈ വിറ്റേക്കർ എന്ന സ്റ്റാറ്റ്ഫോർഡ്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ ലീ യുവാൻവോയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിയായി സകല അധികാരങ്ങളും കൈയാളുന്ന അതേ വ്യക്തിയാണ് വെസ്റ്റ് ലുക്കോസിയുടെ ഭരണാധിപനായ റൂഫസ് റൈസിന്റെ വലങ്കിയായി അവരുടെ സെക്യൂരിറ്റി വിങ്ങുകളുടെ തലവനായി നിലനിന്നിരുന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇതാ തിരിച്ചറിയുന്നത്. ചതി എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര ചതിയാണ് നടന്നിരിക്കുന്നത്. കഥ വ്യക്തമായതും ഡെസൻഡൈസ് ചക്രവർത്തിയോട് പറഞ്ഞു, തിരുമനസ്സേ, എന്റെ പ്രതികാരം ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ അയാളെ കണ്ടുപിടിക്കും. ഏയ് ലോഗൻ, ഞാൻ ലോഗനൊരു വാക്ക് തരാം. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടുപിടിക്കാൻ എൻ്റെ ഈ രാജ്യത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തും. നമുക്ക് ഈ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ പൂർണ്ണമായി ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം. അവർ ഒരു വിഷമാണ്. ആ വിഷത്തെ അടിവേരോടെ പിഴുതെടുക്കണം. ചക്രവർത്തി പൂർണ്ണ മനസ്സോടുകൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ഡസ്റ്റിന്റെ മനസ്സിൽ മറ്റൊരു ചിത്രം ആ നിമിഷത്തെ കടന്നു വന്നു. ഡസ്റ്റിൻ സ്റ്റോണിയിലേക്ക് വന്നത് ലോറൻസിയുടെ അഡ്രസ്സുമായിട്ടാണ്. ലോറൻസിയുടെ ആ അഡ്രസ്സ് ഡസ്റ്റിന് കൊടുത്തത് പ്രിൻസസ് എളാരയാണ്, ചക്രവർത്തിയുടെ സഹോദരി. ചക്രവർത്തിയുടെ സഹോദരി പ്രിൻസസ് എളാര ഡസ്റ്റിനെ അപകടപ്പെടുത്താൻ വേണ്ടി ആയിരിക്കുമോ ലോറൻസിയുടെ അഡ്രസ് കൊടുത്ത് ഡസ്റ്റിനെ സ്റ്റോണിയിലേക്ക് വിട്ടത്? ആ ഒരു സംശയം ഡസ്റ്റിന്റെ മനസ്സിലുണ്ട്. ഡസ്റ്റിന്റെ മനസ്സിലെ സംശയം വായിച്ചതുകൊണ്ടാവണം ചക്രവർത്തി ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ലോഗൻ, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഞാനുമായി ബന്ധപ്പെട്ട ആളുകളും ഒരിക്കലും റൂഫസിനെ ചതിക്കത്തില്ല. റൂഫസിന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ റൂഫസിന് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. എൻ്റെ സഹോദരി നിന്റെ ഇളയമയാണ്. ഒരു കാരണവശാലും നീ മറ്റൊരു ശൈലിയിലും ഇളമയെ നോക്കി കാണണ്ട. ഡസ്റ്റിന്റെ മനസ്സിൽ പ്രിൻസസ് എളാരയെ കുറിച്ച് ഒരു ചിന്ത മോശമായി ഉണ്ടെന്നൊരു തോന്നൽ എങ്ങനെയോ ചക്രവർത്തിക്ക് ഉണ്ടായിരിക്കുകയാണ്. തന്റെ മനസ്സിലുള്ള കാര്യം ചക്രവർത്തി ഇതാ വായിച്ചറിഞ്ഞിരിക്കുന്നു. ശരിക്കും ഒരു അത്ഭുതം ഡസ്റ്റിന്റെ മുഖത്തുണ്ടായി. ഡസ്റ്റിന്റെ മുഖത്തെ കൗതുകം കണ്ടതും ചിരിച്ചുകൊണ്ട് ചക്രവർത്തി ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, ആ വിഷയം വിട. എനിക്ക് ലോഗന്റെ ഒരു സഹായം വേണം. ഹൈനസ്, ഞാൻ അങ്ങേ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ലോഗൻ, എൻ്റെ ആരോഗ്യം അത്ര നല്ല നിലയിലൊന്നും അല്ല. എനിക്ക് അധികം നാളില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛാ അങ്ങനെ പറയരുത്. പെട്ടെന്ന് മാർഗറ്റ് അറിയാതെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. മാർഗറ്റ് അങ്ങനെ പറഞ്ഞതും ചക്രവർത്തി മാർഗറ്റിനോട് പറഞ്ഞു, ഹേയ് മോളെ,
നമ്മൾ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും നമുക്കറിയാമല്ലോ സത്യം. എൻ്റെ ആരോഗ്യം മോശമാകുന്നത് മറ്റാരെക്കാളും നന്നായി ഞാൻ അറിയുന്നുണ്ട്. ഡസൻ റൈസ് ചക്രവർത്തി സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിൽ ആലോചിച്ചത് ആ കാര്യമാണ്. ചക്രവർത്തിയുടെ മോശമാകുന്ന ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ഡോക്ടർ എന്ന നിലയിൽ ഡസൻ ഒരു സഹായം കൊടുക്കണം. ഡസനെ എല്ലാവരും വിളിക്കുക മിറാക്കിൾ ഡോക്ടർ എന്നല്ലേ. അങ്ങനെ ഡസൻ ആലോചിച്ചപ്പോൾ ഡസനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചക്രവർത്തി ഡസനോട് പറഞ്ഞു, ലോകൻ, എനിക്ക് എൻ്റെ ഈ രാജ്യത്തിന് എനിക്ക് ശേഷം ഒരു കിരീടാവകാശി വേണം. ആ കിരീടാവകാശി ആരാണ് എന്ന് തീരുമാനിക്കാനാണ് എനിക്ക് ലോകന്റെ സഹായം വേണ്ടത്. ചക്രവർത്തിയുടെ പെട്ടെന്നുള്ള ആ ആവശ്യം കേട്ടപ്പോൾ ഡസൻ എന്തു പറയണമെന്നറിയാതെ അമ്പരപ്പോടെ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കുകയാണ്. അതിനുശേഷം ഡസൻ ചക്രവർത്തിയോട് ചോദിച്ചു, ഹൈനസ്, അങ്ങ് എന്തായി പറയുന്നത്? ഞാൻ എങ്ങനെയാ അതിൽ അങ്ങേ സഹായിക്കുക? ഹേയ് ലോകൻ, എൻ്റെ മക്കളിൽ ആരാണ് ചക്രവർത്തി ആകാൻ പറ്റിയ ആളെന്ന് ലോകൻ കണ്ടുപിടിച്ച് പറയണം. അതാണ് എൻ്റെ ആവശ്യം. ചക്രവർത്തി എന്തായി പറയുന്നത്? അങ്ങയുടെ മക്കളിൽ നിന്ന് ഏറ്റവും അനുയോജ്യ ആളിനെ ഞാനെങ്ങനെ കണ്ടുപിടിക്കുക? എന്നേക്കാൾ കൂടുതൽ അവരറിയുന്നത് ചക്രവർത്തിയല്ലേ. അങ്ങേക്കല്ലേ അതിൽ നിന്ന് അനുയോജ്യനായ ആളെ കണ്ടുപിടിക്കാൻ എളുപ്പം. ഏയ് ലോകൻ, ഞാൻ എൻ്റെ മക്കളെ നന്നായി പഠിച്ചിട്ടുണ്ട്. ഞാൻ അവരെക്കുറിച്ച് ലോകനോട് പറയാം. മൂത്ത ആള് നിനക്കറിയാമല്ലോ, ആള് നല്ല കക്ഷിയാണ്, ശരിക്കും മിടുക്കനാണ്, രാജ്യഭരണം ഏൽപ്പിക്കാൻ പറ്റിയ കക്ഷിയുമാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവന് എന്നും അസുഖമാണ്. എന്നോട് അവൻ്റെ ജാതകം എഴുതിയ ആളും ഡോക്ടേഴ്സും ഒക്കെ അസന്നിഗ്ധമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പരമാവധി 36 വയസ്സ് വരെ എൻ്റെ മോൻ ജീവിച്ചിരിക്കത്തുള്ളൂ. ചക്രവർത്തിക്ക് ഒരു 55 വയസ്സേക്കേ പ്രായം വരും. പക്ഷേ കണ്ടാൽ അതിൽ കൂടുതൽ പ്രായം തോന്നും. അതിൻ്റെ കാരണം അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക വ്യഥ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകന്റെ കാര്യത്തിൽ വല്ലാതെ വിഷമമുണ്ടെന്ന് അർത്ഥം. ഡസൻ കൗതുകത്തോടെ ചക്രവർത്തി പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഡസനോടായി ചക്രവർത്തി പറഞ്ഞു, ലോകൻ, എൻ്റെ രണ്ടാമത്തെ മകൻ ആള് മിടുക്കനാണ്. ശരിക്കും അവൻ ഒരു ധീരനായ യോദ്ധാവ് തന്നെയാണ്. പക്ഷേ അവനൊരു പ്രശ്നമുണ്ട്. അവൻ ശരിക്കും അഹങ്കാരിയാണെന്ന് പറയാം. ആരെയും അംഗീകരിക്കത്തില്ല. കുറച്ച് ധിക്കാരം അവന് കൂടുതലാണ്. അവനെ ചക്രവർത്തിയാക്കിയാൽ നാട്ടിൽ അത് വിഷയമുണ്ടാക്കും. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ആളുകൾ ഭരണത്തിന്റെ തലപ്പത്തേക്ക് വന്നാൽ സ്വാഭാവികമായും നാട്ടിൽ പ്രശ്നമുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചക്രവർത്തി പറഞ്ഞപ്പോൾ ഡസനും ആ തോന്നലുണ്ട്. ഹൈനസ്, അപ്പോ മൂന്നാമത്തെ ആളെ ചക്രവർത്തി ആക്കാനാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഹേയ് ലോകൻ, എൻ്റെ മൂന്നാമത്തെ മകൻ ആള് മിടുക്കനാണ്. അവൻ മാർഷൽ ആർട്സിൽ മിടുക്കനാണ്, അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസിലും മിടുക്കനാണ്, സാഹിത്യത്തിലും നിപുണനാണ്. അവൻ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അവന് ഒരു പ്രശ്നമുണ്ട്. അവൻ മറ്റുള്ളവരെ ആരെയും അംഗീകരിക്കത്തില്ല, മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കത്തുമില്ല. സ്വന്തമായിട്ട് എല്ലാം അങ്ങ് തീരുമാനിക്കും. മറ്റാളുകളുമായി ഇടപഴകാനോ അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനോ തയ്യാറാകാത്ത ഒരാൾ ചക്രവർത്തിയായാൽ അത് പ്രശ്നമാണ്. ജനത്തിന്റെ അഭിപ്രായം സ്വാഭാവികമായി കേൾക്കുന്ന ഒരാളാണ് ഭരണാധിപനായി വരേണ്ടത്. സ്വന്തം അഭിപ്രായം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് മൂന്നാമത്തെ മകനെന്നാണ് ചക്രവർത്തി വിലയിരുത്തി വെച്ചിരിക്കുന്നത്. ചക്രവർത്തിയുടെ 3 മക്കളുടെയും രീതികളെക്കുറിച്ച് ചക്രവർത്തിക്ക് നന്നായിട്ട് അറിയാം. ഇതിൽ നിന്ന് ഒരാളെ ഡസൻ റൈസ് രാജാവായി കണ്ടുപിടിക്കണം. ഡസന് ചക്രവർത്തി ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായി. ഡസൻ ഒന്നും മിണ്ടാതെ ചക്രവർത്തി തന്നെ നോക്കിയിരിക്കുമ്പോൾ ചക്രവർത്തി ഡസനോട് പറഞ്ഞു, ലോകൻ, സത്യത്തിൽ ഈ 3 പേരെക്കാളും എനിക്കിഷ്ടവും വിശ്വാസവും മാർഗരറ്റിനെയാണ്. മാർഗരറ്റ് ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായി ഇവിടെ രാജാവായി വാഴിച്ചനെ. മാർഗരറ്റ് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം രാജാധികാരം അവളെ വിട്ടുമാറി നിൽക്കുകയാണ്. അതാണ് സത്യം. ഡ്രാഗൺ മാർഷൽ ഒരു പുരുഷൻ മാത്രമേ ചക്രവർത്തിയായി മാറൂ. ഒരു സ്ത്രീയെ ചക്രവർത്തിനിയായി അംഗീകരിക്കാൻ ഡ്രാഗൺ മാർഷൽ ആളുകൾക്ക് സ്വാഭാവികമായും മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് അർത്ഥം. ആ കാര്യം ചക്രവർത്തിക്കും അറിയാം. ലോകൻ ഒന്നും മിണ്ടാതെ ചക്രവർത്തി തന്നെ നോക്കിയിരിക്കുമ്പോൾ ചക്രവർത്തി ലോകനോട് പറഞ്ഞു, ലോകൻ, ഞാൻ എൻ്റെ 3 മക്കളുടെ സ്വഭാവം ലോകനോട് സൂചിപ്പിച്ചു. ഇതിൽ നിന്ന് ഒരാളെ ലോകൻ എനിക്ക് സെലക്ട് ചെയ്ത് തരണം. ശരിക്കും ഒരു കുരുക്കിൽ ഡസൻ റൈസ് വീണിരിക്കുകയാണ്. ഡസൻ ആ 3 പേരിൽ ആരെ തിരഞ്ഞെടുത്താലും ആ ആള് ചക്രവർത്തിയാകും. അങ്ങനെ ഡസൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി 2 പേരും ഡസന് എതിരാകുമെന്ന് അർത്ഥം. ഡസന്റെ മനസ്സിൽ ആ ചിന്ത കടന്നു വന്നതും ഡസൻ ചക്രവർത്തിയോട് പറഞ്ഞു, യുവർ ഹൈനസ്, എന്നോട് ക്ഷമിക്കണം, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഏയ് ലോകൻ, ലോകൻ ഉടനടി ഒരു മറുപടി ഒന്നും പറയണ്ട.
ആലോചിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞാൽ മതി. വേണമെങ്കിൽ അച്ഛനോട് സംസാരിക്കും. അച്ഛന് എൻ്റെ മക്കളെ നന്നായി അറിയാമല്ലോ. റൂഫസുമായി ചർച്ച ചെയ്തിട്ട് ലോഗൻ ഒരു തീരുമാനം പറ. വെസ്റ്റ് ലൂക്കോസിയിലെ റൂഫസ് റൈസുമായി ചർച്ച ചെയ്ത് ഡ്രാഗൺ മാർഷിന്റെ ഭരണാധികാരിയെ തീരുമാനിക്കാൻ ചക്രവർത്തി ലോഗനോട് പറഞ്ഞപ്പോൾ ലോഗന്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വരികയാണ്. ഡ്രാഗൺ മാർഷ് ബോധപൂർവം വെസ്റ്റ് ലൂക്കോസുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ എന്നൊരു ചിന്തയാണ് ഡസ്റ്റൻ റൈസിന്റെ മനസ്സിലേക്ക് വന്നത്. ഡസ്റ്റന്റെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വന്ന അതേ നിമിഷത്തിൽ ചക്രവർത്തി ഡസ്റ്റനോട് പറഞ്ഞു, ലോഗൻ അത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ വേറൊരു കാര്യം ലോഗനോട് ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഹൈനസ്, എന്താണ് അങ്ങേക്ക് എന്നോട് ഇനി ചർച്ച ചെയ്യാനുള്ളത്? ലോഗൻ വിവാഹിതനല്ല അല്ലേ? ഇല്ല, ഞാൻ വിവാഹിതനല്ല. ലോഗന് ശരിക്കും മിടുക്കിയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റും. ചക്രവർത്തി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഡസ്റ്റന്റെ മനസ്സിലേക്ക് ആ നിമിഷത്തിൽ നടാഷ ഹാർമൺ കടന്നു വരികയാണ്. അവൾ മിടുക്കിയാണ്, സുന്ദരിയാണ്. ഡസ്റ്റന്റെ മുഖത്തെ പുഞ്ചിരി വായിച്ചിട്ട് ചക്രവർത്തി ഡസ്റ്റനോട് പറഞ്ഞു, ആ പെൺകുട്ടിക്ക് ലോഗനെ ശരിക്കും ഇഷ്ടവുമാണ്. അല്ല, ചക്രവർത്തി ആരെക്കുറിച്ചായി പറയുന്നത്? പെട്ടെന്ന് ആ പെൺകുട്ടി എന്ന പദം കടന്നു വന്നപ്പോ ഡസ്റ്റൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്, ഹേയ് ലോഗൻ, ഞാൻ വേറെ ആരെക്കുറിച്ചും അല്ല പറയുന്നത്, എന്റെ മകളെ കുറിച്ചാണ്. ദാ ഈ മകളെ കുറിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് ചക്രവർത്തി മാർഗരറ്റ് നേരെ കൈ ചൂണ്ടിയതും മാർഗരറ്റും ഡസ്റ്റനും ഒരുപോലെ ഞെട്ടുകയാണ്. ചക്രവർത്തിയുടെ ഇടതുവശത്ത് മാർഗരറ്റും വലതുവശത്ത് ഡസ്റ്റനുമായി ഇരിക്കുന്നത്. തന്റെ ഇരുപുറത്തും ഇരിക്കുന്ന ആ ചെറുപ്പക്കാരെ നോക്കി ചക്രവർത്തി പറഞ്ഞു, ഏയ് ലോഗൻ, മാർഗരറ്റ് സുന്ദരിയാണ്, മിടുക്കിയുമാണ്, ശരിക്കും നിനക്ക് യോജിച്ച ആളാണ്. നിങ്ങളൊരു ടീമായാൽ അത് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല കാര്യമാകും. ചക്രവർത്തിയുടെ അഭിപ്രായം കേട്ടപ്പോൾ മാർഗരറ്റ് ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. മാർഗരറ്റ് അവളുടെ അച്ഛൻ്റെ അടുത്തിരിക്കുമ്പോഴും ആ തൊപ്പിയും വെച്ചിട്ടുണ്ട്, ശരിക്കും ആ മാസ്ക് വിട്ടിരിക്കുകയാണ്. അവളുടെ മുഖം അതുകൊണ്ട് തന്നെ ആർക്കും വിസിബിൾ അല്ല, കണ്ണുകൾ മാത്രം പുറത്ത് കാണാം. ഡസ്റ്റൻ റൈസ് ചക്രവർത്തിയോട് പറഞ്ഞു, ഹൈനസ്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാർഗരറ്റിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഏയ് ലോഗൻ, അതെന്താ അങ്ങനെ പറഞ്ഞേ? യുവർ ഹൈനസ്, ഞാൻ ഒരാളുമായി അടുപ്പത്തിലാണ്. സത്യമായിട്ടും ഞങ്ങളുടെ എൻഗേജ്മെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഹേയ് ലോഗൻ, അതാണ് ആ വിഷയം. നമ്മൾ ചക്രവർത്തിമാർ, രാജാക്കന്മാർ എത്ര ആളുകൾ വേണമെങ്കിലും കല്യാണം കഴിക്കുന്ന ആളുകളല്ലേ. ലോഗൻ ആദ്യം മാർഗരറ്റിനെ വിവാഹം കഴിക്കൂ, അതിനുശേഷം ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളൂ. ലോഗന് നിയമപരമായിട്ടോ അല്ലാതെയോ എത്ര സ്ത്രീകളെ വേണമെങ്കിലും കൂടെ കൂട്ടാം, അതൊന്നും ഒരു വിഷയമേ അല്ല. തന്റെ മകൾ മാർഗരറ്റിനെ അടുത്തിരുത്തിക്കൊണ്ട് ചക്രവർത്തി പറഞ്ഞ ആ വാചകം കേട്ടതും ഡസ്റ്റൻ റൈസ് ചക്രവർത്തിയോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഒരു ഭാര്യ ഒരു ഭർത്താവ് ആ നയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കൂടുതൽ ഭാര്യമാരുള്ള ഒരു ഭർത്താവ് എന്ന ലേബൽ എനിക്ക് ഒട്ടുമേ ചേരത്തില്ല. ഓക്കെ ലോഗൻ, ഞാൻ ലോഗനെ നിർബന്ധിക്കത്തില്ല, പക്ഷെ എപ്പോഴും മാർഗരറ്റിനെ കുറിച്ച് ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാകണം. മാർഗരറ്റ് നിന്റെ സംരക്ഷണം അർഹിക്കുന്നുണ്ട്. ലോഗൻ റൈസിന്റെ സംരക്ഷണം മകൾ മാർഗരറ്റ് അർഹിക്കുന്നുണ്ടെന്ന് ചക്രവർത്തി പറഞ്ഞപ്പോൾ മാർഗരറ്റിന്റെ മുഖത്ത് ശരിക്കൊരു പുഞ്ചിരി വിരിയുകയാണ്. ആർക്കും കാണാൻ കഴിയാത്ത ശൈലിയിൽ ആ പുഞ്ചിരി അവളുടെ മുഖത്ത് എങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രം. അവളുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന തിളക്കം മാത്രമാണ് ആളുകൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. എന്ത് മറുപടിയാണ് അത് പറയേണ്ടതെന്ന് ഡസ്റ്റൻ ആലോചിക്കുമ്പോഴേക്കും ചക്രവർത്തി ഡസ്റ്റനോട് പറഞ്ഞു, ലോഗൻ, ഇപ്പോ രാത്രി ഒത്തിരിയായി, ലോഗൻ ഇപ്പൊ തന്നെ പുറത്തു വയ്ക്കോളൂ. ആരുടെയും ശ്രദ്ധയപ്പെടാതെ മാർഗരറ്റ് ലോഗന്റെ താമസ സ്ഥലത്ത് എത്തിക്കും. അങ്ങനെ ചക്രവർത്തി പറഞ്ഞതും മാർഗരറ്റ് ലോഗനുമായി എണീറ്റു. ചക്രവർത്തിയുടെ യാത്ര പറഞ്ഞ് മാർഗരറ്റും ഡസ്റ്റനും കൂടി ആ കൊട്ടാരത്തിന്റെ പുറത്തെത്തി. ഇപ്പോഴും ഡസ്റ്റന്റെ വേഷം കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരന്റെ വേഷമാണ്. പുറത്തേക്ക് നടക്കുമ്പോൾ മാർഗരറ്റ് ഡസ്റ്റനോട് ചോദിച്ചു, ഏയ് ലോഗൻ, എന്താ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല എന്ന് പറഞ്ഞത്? ഏയ് മാർഗരറ്റ്, അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ മാർഗരറ്റിനെ വേണ്ടാന്ന് വെച്ചത്. മാർഗരറ്റ് സുന്ദരിയാണെന്നും രാജകുമാരിയാണെന്നും മാർഗരറ്റിനെ വിവാഹം കഴിക്കുന്ന ആൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ രാജ്യത്തിന്റെ തലപ്പത്തേക്ക് എത്തുമെന്നും ഒക്കെ ഡസ്റ്റൻ റൈസിന് അറിയാം. എന്നിട്ടും ഡസ്റ്റൻ മാർഗരറ്റിനെ വേണ്ട എന്ന് വെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാർഗരറ്റ് ഉത്തരം അറിയാൻ വേണ്ടി ഡസ്റ്റനോട് അങ്ങനെ ചോദിച്ചത്. പെട്ടെന്ന് ഡസ്റ്റൻ മാർഗരറ്റിനോട് ചോദിച്ചു, അല്ല മാർഗരറ്റ്, ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. നമ്മൾ തമ്മിൽ കാണുമ്പോഴെല്ലാം മാർഗരറ്റ് ഈ നീളം തൊപ്പിയും വെച്ചിട്ടുണ്ട്, മുഖത്ത് ഈ മൂടുപടവും അണിഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ വേഷത്തിന്റെ പിന്നിലെ ഉദ്ദേശം? ഹേയ് ലോഗൻ, ഞാൻ എന്നെ ആളുകളുടെ മുന്നിൽ മറച്ചു പിടിക്കുന്നതാണ്. അതെന്താ അങ്ങനെ മറച്ചു പിടിക്കുന്നത്? മുഖം അത്ര വൃത്തികേടാണോ? എന്റെ മുഖം വൃത്തികേടാണോന്നോ? അതെന്തൊരു ചോദ്യമാണ്? മാർഗരറ്റ്, മുഖത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ചികിത്സിച്ച് ഭേദമാക്കി തരാം.
നോക്കട്ടെ, മാർഗരറ്റ് മുഖം നോക്കട്ടെ. ഡസ്റ്റൻ അങ്ങനെ പറഞ്ഞതും മാർഗരറ്റ് ഡസ്റ്റനോട് പറഞ്ഞു, എൻ്റെ മുഖം കാണണമെന്നുള്ള ആള് സ്വയം ഈ മൂടുപടം മാറ്റി നോക്ക്. മാർഗരറ്റ് അങ്ങനെ പറഞ്ഞതും ഡസ്റ്റൻ റൈസ് അവളുടെ മുഖം മറച്ചു കിടക്കുന്ന ആ തുണിയുടെ അറ്റത്ത് പിടിച്ച് പതുക്കെ ഇങ്ങനെ പൊക്കുകയാണ്. ആ തുണി ഡസ്റ്റൻ റൈസ് അല്പം പൊക്കിയതും മാർഗരറ്റ് ഡസ്റ്റനോട് പറഞ്ഞു, ലോഗൻ, എനിക്ക് ഒരു കണ്ടീഷൻ ഉണ്ടേ. എൻ്റെ മുഖം ആദ്യമായി കാണുന്ന പുരുഷൻ തന്നെ എന്നെ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ കണ്ടീഷൻ. മാർഗരറ്റ് അത് പറഞ്ഞതും ഡസ്റ്റന്റെ കയ്യിൽ നിന്ന് അറിയാതെ തുണി വീണു പോവുകയാണ്. ഡസ്റ്റൻ പെട്ടെന്ന് ഭയന്ന് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിപ്പോവുകയാണ്. ഹേയ് ലോഗൻ, എന്തു പറ്റി? അല്ല, അത് ശരിയാവില്ല. മാർഗരറ്റിന്റെ മുഖം കാണാനുള്ള ആ അവസരം ഡസ്റ്റൻ റൈസ് പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചു. ഹേയ് ലോഗൻ, ഭയക്കേണ്ട കാര്യമില്ല, മുഖം കാണുകയെ കണ്ടോളൂ. മാർഗരറ്റ് അങ്ങനെ ലോഗനോട് പറഞ്ഞതും 2 വാഹനങ്ങൾ അവർ നിന്ന ഭാഗത്തേക്ക് ഓടിയെത്തി. ആ വാഹനങ്ങൾ ചവിട്ടി നിർത്തപ്പെട്ടതും അതിനകത്തുനിന്ന് ആളുകൾ ചാടി ഇറങ്ങിയാണ്. അവര് ഡസ്റ്റൻ റൈസിന്റെ അടുത്തേക്ക് ഓടി വന്നു. അതിന്റെ നേതാവെന്ന് തോന്നുന്ന ആള് ഉറക്കെ അവർക്ക് നേരെ സംബോധന ചെയ്തു. പ്രിൻസസ് മാർഗരറ്റ്, പ്രിൻസ് ലോഗൻ, 2 പേർക്കും എൻ്റെ അഭിവാദനങ്ങൾ. പ്രിൻസസ് മാർഗരറ്റ് എന്നും പ്രിൻസ് ലോഗൻ എന്നും ആ വന്ന വ്യക്തി സംബോധന ചെയ്തപ്പോൾ ഡസ്റ്റനും മാർഗരറ്റിനും ശരിക്കും ഒരു അത്ഭുതം തോന്നി. 2 പേരെയും കണ്ടാൽ രാജകുമാരനും രാജകുമാരിയാണെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല എന്നാണ് സത്യം. പക്ഷെ വന്ന ആള് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് സംബോധന നടത്തിയത്. ഏയ്, നിനക്ക് എങ്ങനെ ഞങ്ങൾ മനസ്സിലായി? അങ്ങനെ മാർഗരറ്റ് ചോദിച്ചപ്പോൾ വന്ന ആള് മാർഗരറ്റിനോട് പറഞ്ഞു, പ്രിൻസ്, ഞാൻ രാജകുമാരൻ്റെ അടുത്തുനിന്ന് വരികയാണ്. രാജകുമാരൻ പ്രിൻസ് ലോഗനെ അദ്ദേഹത്തിന് വസതിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസ്റ്റൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.